പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക്, അതിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിൽ എന്നോടൊപ്പം പാനലിലുള്ളത് ദുബായിൽ നിന്നും ബ്രദർ വിൽസൺ ബെഞ്ചമിൻ, ഷാർജയിൽ നിന്നും ബ്രദർ സൈമൺ ബെഞ്ചമിൻ, കൊച്ചിയിൽ നിന്നും പാസ്റ്റർ ജോയ് കെ ജോസഫ് എന്നിവരാണുള്ളത്. ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കപ്പുറം പെന്തക്കോസ്തൽ വളരെ പ്രശസ്തനായ പാസ്റ്റർ അനീഷ് കാവാലം പെന്തക്കോസ്തൽ സഭകൾ 100 വർഷം പിന്നിടുമ്പോൾ ഇന്ന് എത്തി നിൽക്കുന്ന അതിന്റെ മൂല്യച്യുതിയെ സംബന്ധിച്ചും, അത് ഒരു പഴമയിലേക്ക് പോയി പെന്തക്കോസ്തലിന്റെ യഥാർത്ഥ പെന്തക്കോസ്തൽ അനുഭവത്തിലേക്ക് പോകുന്നതിന് പകരം 4 തലമുറകൾ പിന്നിടുമ്പോൾ അത് പട്ടത്ത സഭകളുടെ അനാചാരങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും പോയതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൽ ക്രിസ്മസ് തുടങ്ങി ധാരാളം ആചാരങ്ങൾ പെന്തക്കോസ്തൽ സഭകളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളൊരു സത്യം വളരെ ദുഃഖത്തോടുകൂടി അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ തന്നെ ഇത് കേരളത്തിലെ മാത്രം ഒരവസ്ഥയായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കേരളത്തിന് പുറത്തുള്ള എല്ലാ പെന്തക്കോസ്തൽ സഭകളും ഏതാണ്ട് പൗരോഹിത്യം ഇല്ല എന്നൊഴിച്ചാൽ ആചാരങ്ങളും കുരിശും പ്രദക്ഷിണങ്ങളും റാലിയും അതുപോലെ ക്രിസ്മസ് ട്രീയും ക്രിസ്മസിന്റെ കാരൾസും അതുപോലെ ക്രിസ്മസ് പപ്പയും അതുപോലുള്ള ആഘോഷങ്ങളും തീനും കുടിയും എല്ലാം കേരളത്തിന് പുറത്തുള്ള എല്ലാ പെന്തക്കോസ്തൽ സഭകളും അനുവർത്തിച്ചു വരുന്നുണ്ട്. വിരോധാഭാസം എന്ന് പറയട്ടെ, അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച്, ഷാരോൺ, AG, അതുപോലെ IPC തുടങ്ങിയ സഭകൾ പോലും വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിച്ചു നിൽക്കുന്നത് അവര് ഇത്തരം ആചാരങ്ങൾ അവരുടെ സഭയിൽ ഉൾക്കൊള്ളിച്ചതുകൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ ഒരാഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, പഞ്ചാബിൽ ക്രിസ്തീയ സഭകൾ വളരെ വലിയ അളവിൽ ലക്ഷക്കണക്കിൽ ഉള്ള ഗ്യാതറിങ്ങളിലേക്ക് വളർന്നിരിക്കുന്നു എന്നുള്ള ചില വീഡിയോകൾ മലയാളത്തിൽ വന്നു. ഇംഗ്ലീഷിൽ ട്രിബ്യൂൺ എന്ന് പറയുന്ന ചാനൽ, അതിന്റെ മാസിക, അതിനകത്തുള്ള 2 ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായ 2 ഒരു ഫീമെയിലും ഒരു മെയിൽ ഒരു സർജാർജി ഉൾപ്പെടെയുള്ളവർ ക്രിസ്തീയ സഭകൾ പഞ്ചാബിൽ വളർന്നു വരുന്നതിനെ സംബന്ധിച്ച ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിലും കുറേയധികം പെന്തക്കോസ്തൽ സഭകളും ഹല്ലേലൂയ പോലെയുള്ള വീഡിയോ ചാനലുകളും പഞ്ചാബിൽ ക്രിസ്തീയ സഭകൾ അഭൂതപൂർവമായ വളർച്ച വർദ്ധിക്കുന്നു, ഏകദേശം 2% നിന്നും 30-40% ക്രിസ്തു സഭകൾ വളർന്നിരിക്കുന്നു എന്ന് പറയുന്നതായി ചില വീഡിയോകൾ കണ്ടു. അതിൽ ഒട്ടും അതിശയോക്തിയില്ല. കാരണം ബൽജീത് സിംഗ് തുടങ്ങിയ പ്രോഫറ്റ് ബൽജീത് സിംഗ് എന്ന് തുടങ്ങിയ ഒരു വ്യക്തിയെ എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ഒരു മീറ്റിംഗ്, ഒരു സൺഡേ സർവീസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 2 to 3 lakhs ആണ്. ഒരു സാനി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചർച്ചയും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവിടെ ഈ കേരളത്തിലുള്ള ന്യൂ ജനറേഷൻ പെന്തക്കോസ്തൽ സഭകൾ പോലെയാണ്. അവർക്ക് 6 ദിവസം അവരുടെ മതാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യാം. 7ാം ദിവസം ഇവിടെ വരുമ്പോൾ അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, അതുപോലെ തന്നെ ബിരിയാണിയുണ്ട്, തീറ്റയുണ്ട്, എല്ലാം ഉണ്ട്. പെന്തക്കോസ്തൽ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളുണ്ട്. അപ്പൊ പഞ്ചാബിലേക്ക് ചെല്ലുമ്പോൾ ആകപ്പാടെയുള്ള വ്യത്യാസം, അവിടെയുള്ള പട്ടത്ത സഭകൾ ഒരു 100 സ്ക്വയർ ഫീറ്റിലോ അല്ലെങ്കിൽ മാക്സിമം ഒരു 500 സ്ക്വയർ ഫീറ്റിലോ ഉള്ള ചർച്ചുകൾക്കുള്ളിൽ അവര് ട്രഡീഷണൽ ആയിട്ടുള്ള കുർബാന അർപ്പിക്കുന്നു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഇത്തരം വേദികളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഗ്യാദർ ചെയ്യുന്ന ഏക്കർ കണക്കിനുള്ള സ്ഥലങ്ങളിൽ ഇട്ട പന്തലിലേക്ക് ക്രിസ്തു സഭകൾ മാറിയിരിക്കുന്നു. വചനമനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള പെന്തക്കോസ്തൽ സഭകളും എപ്പിസ്കോപ്പൽ സഭകളും ഒരുപോലെ ദൈവവചനത്തിന് വിരുദ്ധവും അപ്പസ്തോലിക ഉപദേശങ്ങളുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്തതാണ് എന്ന് കാണാൻ കഴിയും. ഇതേ പാത തന്നെയാണ് കേരളത്തിന് പുറത്ത്. കേരളത്തിൽ ഇത്തരം കാര്യങ്ങളെ നിശ്ചിതമായി വിമർശിക്കുന്ന കേരളത്തിലെ മുൻനിര പെന്തക്കോസ്തൽ സഭകൾ അവരുടെ കേരളത്തിന് വെളിയിലുള്ള ആരാധനാലയങ്ങളിലും അവിടെയുള്ള പാസ്റ്റർമാരും അനുവർത്തിക്കുന്ന രീതിയും തികച്ചും കേരളത്തിൽ അവർ പാലിക്കുന്നതെന്ന് അവർ അവകാശപ്പെടുന്നതിന് വിരുദ്ധമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. അത് മുമ്പ് നമ്മളുമായി ചില വീഡിയോകൾ പങ്കുവച്ചിരുന്ന സാജു വി തോമസ് അടക്കമുള്ളവരും ഉത്തർപ്രദേശിലെ പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായി അദ്ദേഹം എന്നോട്
ഞാനുമായി ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം ഇവിടെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവര് ചെയ്യുന്ന ഒരു കാര്യം, ക്രിസ്മസിന്റെ തലേ ദിവസം അവര് ഗ്രാമത്തിൽ വലിയ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നു. അപ്പോ അവരുടെ സ്കൂളിൽ വരുന്ന എല്ലാ കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോട് പറയുന്നു, നിങ്ങളുടെ അടുത്തുള്ള 2 വീടുകളിൽ നിന്ന് മിനിമം 4 പേരെയെങ്കിലും അന്നത്തെ ക്രിസ്മസ് ഈവന്റ് അന്ന് വിളിച്ചുകൊണ്ട് വരണം. വിളിച്ചുകൊണ്ട് വരുമ്പോൾ അവർക്ക് പറയുന്ന അട്രാക്ഷൻ എന്ന് പറയുന്നത് മട്ടൺ ബിരിയാണി ഉണ്ടായിരിക്കും. ഒപ്പം പിന്നെ ക്രിസ്മസിൻ്റെതായ ആഘോഷങ്ങളും ട്രീയും പിന്നെ വലിയ റാലീസും പിന്നെ അവരുടെ കുട്ടികൾക്ക് അവരുടെ എന്താ പറയുക കലാപരമായുള്ള കഴിവുകളൊക്കെ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ടായിരിക്കും. അപ്പോ ആ സ്കൂളിൽ വരുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും അവര് ഈ 2 ഫാമിലികളെ കൊണ്ടുവരുമ്പോൾ അപ്പോൾ അവര് വന്ന് ചേരുന്നത് അവിടെ ക്രിസ്തുവിന്റെ യഥാർത്ഥമായ ക്രിസ്തുവിനെ കുറിച്ചോ മാനസാന്തരത്തെ കുറിച്ചോ രക്ഷയെക്കുറിച്ചോ അല്ല പറയുന്നത്. ആഘോഷങ്ങളുടെ ഒരു പിൻബലത്തോടുകൂടി സഭയിലേക്ക് ആളെ കൊണ്ടുവരിക എന്നുള്ളതിനപ്പുറം ഇത്തരം സഭകൾ, ഇത്തരം കൂട്ടായ്മകൾ ഒന്നും തന്നെ ആരെയും ക്രിസ്തുവിലേക്ക് നടത്തുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തികച്ചും അവർ അടികൊണ്ട് ചുരുങ്ങി വരുന്ന യഥാർത്ഥ പെന്തക്കോസ്റ്റൽ സഭകളാണെന്ന് പറയേണ്ടി വരും. എന്നാൽ മെയിൻ സ്ട്രീം നോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യധാര പെന്തക്കോസ്റ്റൽ സഭകൾ, പട്ടത്ത സഭകളും ഇന്ത്യയുടെ പൊതുവായ ദേശീയ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവരും ഒരു റിലീജിയൻ, ഞങ്ങൾ ഇങ്ങനെയുള്ള സോഷ്യൽ ഫാബ്രിക്സിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളെ ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയിൽ തികച്ചും പണം മാത്രം ലക്ഷ്യമാക്കി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് കേരളത്തിന് വെളിയിലുള്ള പെന്തക്കോസ്റ്റൽ സഭകൾ അനുവർത്തിക്കുമ്പോൾ, കേരളത്തിൽ അനീഷ് കവാലം പോലെയുള്ള ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങൾ തികച്ചും വിശ്വസനീയമായ തലത്തിൽ ഇന്ന് വന്നെത്തിയിരിക്കുകയാണ്. ഇനിയൊരു തലമുറയെ പെന്തക്കോസ്റ്റൽ സഭകളിൽ പിടിച്ചു നിർത്തണമെങ്കിൽ ഈ കേരളത്തിലും അവർക്ക് കേരളത്തിന്റെ പൊതുവായുള്ള ഒരു ജനകീയ അടിത്തറയിലേക്ക് മറ്റുള്ള മതങ്ങൾ എങ്ങനെ എത്തി നിൽക്കുന്നു അത്തരം ആചാര അനുഷ്ഠാനങ്ങൾ ഇവരുടെ സഭാ കൂട്ടായ്മകളിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യത്തെ ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തോട് വിയോജിക്കുന്നവരായിരിക്കും ഇവിടുത്തെ പെന്തക്കോസ്റ്റൽ ആളുകൾ അധികവും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പല കാര്യങ്ങളിലും കുറെയൊക്കെ വചനത്തിനനുസൃതമായി പോകണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്ന അദ്ദേഹത്തിന്റെ ആശങ്കകൾ പങ്കുവെക്കുന്ന ഒരു വീഡിയോ അല്പസമയം നമുക്കൊന്ന് കണ്ടിട്ട് അത് കേരളത്തിൽ ഈ ഏറ്റവും സമീപകാലത്ത് പെന്തക്കോസ്റ്റൽ സഭകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ എത്രമാത്രം ഗൗരവപൂർണമാണ് എന്നുള്ളതാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് പെന്തക്കോസ്റ്റൽ സഭകൾ ഇത്തരത്തിലേക്ക് പോയത്, എവിടെയാണ് അവരുടെ അടിസ്ഥാനപരമായ പിശകുണ്ടായത് എന്നീ കാര്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാനുള്ളത്. നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് അതിന്റെ സംബന്ധിച്ചുള്ള വിശകലനങ്ങളിലേക്ക് മടങ്ങാം. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പം അവിടെ ഉള്ളതെല്ലാം ഇവിടെയും പകർത്താൻ നോക്കുകയല്ലേ. പണ്ട് പെന്തിക്കോസുകാർ ക്രിസ്തുമസ് ആഘോഷിക്കുകയല്ലായിരുന്നു, ഇപ്പം നമ്മളും ആഘോഷിക്കാൻ തുടങ്ങി. ഇപ്പോൾ സഭയിൽ പറയും, പക്ഷേ നമുക്ക് ഈ പ്രാവശ്യം കരോളിന് ഇറങ്ങണം കേട്ടോ. ഇറങ്ങണം. ആരൊക്കെ ഇറങ്ങും? പിള്ളേർ, യൂത്ത് എല്ലാം ഇറങ്ങാൻ തീരുമാനം. അപ്പം നമുക്ക് തൊപ്പി വേണം, ക്രിസ്മസ് പാപ്പാട് ഉടുപ്പ് വേണം. ഉടുപ്പിലിട അന്നാ അമ്മാമ്മയുടെ നൈറ്റി ഒരെണ്ണം എടുത്തോളാം. എന്തായാലും നമുക്ക് അവിടെ ഉള്ളതല്ലേ ഇപ്പൊ ഇവിടെ ആയെന്ന്. ഇനി എന്തോ ആകാനുള്ളേ എല്ലാം ആയി. ഇപ്പൊ ഇനി നമ്മൾ വേർപാടിന്റെ ഉപദേശം പറഞ്ഞാൽ ഇഷ്ടമല്ല, താല്പര്യവും ഇല്ല. പിന്നെ പറഞ്ഞതെന്നറിയാം, അയാൾ ഇപ്പോൾ മൂരാച്ചിയാണ്. ആ സഭയിൽ ആങ്ങൾ പറഞ്ഞെങ്കിൽ നമ്മള് അതിന്റെ രീതിയിൽ പണ്ട് സഭയിലെ ആള് വന്ന ഉപദേശം പറഞ്ഞു തന്നെ വന്നേ. വേർപാട് ഉപദേശം കർക്കശമായി പറഞ്ഞ് അത് കേട്ട് വന്നവരാ. ഇന്നിപ്പോ ഇത് കേൾക്കാതായി വരുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് വന്നു കഴിയുമ്പോ ഇത് കേൾക്കുമ്പോ പിന്നെ അസ്വസ്ഥതയാ. വന്നു കഴിഞ്ഞത് കേൾക്കുമ്പോ ഇതന്നെ പുള്ളിക്ക് വിവരമില്ല കേട്ടോ. Metropolitan Athanasius
പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്പോൾ കണ്ട വീഡിയോയെ ആസ്പദമാക്കിയുള്ള ചില ചോദ്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ചോദിക്കാനും ചർച്ച ചെയ്യാനും പോകുന്നത്. ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോയി, എന്തുകൊണ്ടാണ് ഈ അനീഷ് കാവാലം പറഞ്ഞതുപോലെ പെന്തക്കോസ്റ്റൽ സഭകളിൽ ഇത്തരത്തിലുള്ള ഒരു മൂല്യച്യുതിയിലേക്ക് വരാനുള്ള കാരണം? എവിടെയാണ് അവരുടെ കാലിടറിയത് എന്നുള്ളതാണ് ഇന്ന് രാത്രിയിൽ എനിക്ക് പ്രാഥമികമായിട്ട് ചോദിക്കാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ കേൾക്കുന്ന എല്ലാ മാന്യ സ്നേഹിതരെയും കർത്താവ് ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും നന്ദി അറിയിക്കുന്നു. ഇവിടെ കർത്താവിന്റെ ദാസൻ ജോസഫ് റീസ് പാസ്റ്റർ ചോദിച്ച ചോദ്യത്തിന് എന്റെ വീക്ഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പണ്ടുള്ള പെന്തക്കോസ് വിശ്വാസികൾ അനുഷ്ഠിച്ച നിലയിൽ നിന്ന് വളരെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു പോക്കാണ് ഇന്നുള്ള നേതാക്കന്മാരുൾപ്പെടെയുള്ള എല്ലാവരും അനുകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആത്മാക്കളെ നേടാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണം. വചനത്തിന് അതിൻ്റെതായിട്ടുള്ള പൂർണ്ണതയുണ്ട്. പക്ഷെ ആ പൂർണ്ണത ഇന്ന് പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾ അത് അനുസരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. വചനത്തിൽ വിശ്വാസമില്ല. അതുകൊണ്ടല്ലേ ആത്മാക്കളെ നേടാൻ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ നമ്മൾ കൺവെൻഷൻ സ്റ്റേജുകളിലും അതുപോലെ തന്നെ മറ്റു പല മേഖലകളിൽ, പെന്തക്കോസ് പ്രസ്ഥാനങ്ങളുടെ മേഖലകളിൽ എന്തെല്ലാമൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? രാഷ്ട്രീയക്കാരെ സ്റ്റേജിൽ കയറ്റുക, അതുപോലെ തന്നെ മറ്റ് അമ്പലങ്ങളിലുള്ള വാദ്യഘോഷം പോലെ വാദ്യഘോഷം ജനറൽ കൺവെൻഷൻ നടത്തുക. അതുപോലെ ഈ ലോകത്തിൽ ജനങ്ങളെ പിടിച്ചു നിർത്താൻ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അത് ആണ് ഇവർ മുതലെടുക്കുന്നത്. എല്ലാവർക്കും എല്ലാമായി തീരുക, എല്ലാവർക്കും എല്ലാമായി തീരുക എന്ന് ഉള്ള വാക്യം വെച്ചുകൊണ്ട് ലോകത്തിന് അനുരൂപമായിട്ട് ലോകക്കാർ പോകുന്ന നിലയിൽ അവരുടെ എല്ലാ വിധത്തിലുള്ള രീതികളാണ് ഈ പെന്തക്കോസുകാർ ഏറ്റെടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് പെന്തക്കോസ് പ്രസ്ഥാനങ്ങളിൽ നേതാക്കന്മാരിൽ ആത്മീയന്മാരില്ല. കേവലം ജഡത്തിന്റെ ജഡ സ്വഭാവമുള്ളവരും ഭക്തിയുടെ വേഷധാരികളുമായിട്ട് മാറി, അഥവാ പിശാച് മാറ്റിക്കളഞ്ഞു എന്നുള്ളതിന്റെ ധാരാളം തെളിവുകൾ ഇവിടുത്തെ എല്ലാ സംഘടനകളിലും അവരുടെ മൊത്തമായി ഒന്ന് വീക്ഷിച്ചാൽ ബൈബിളുമായിട്ട് വളരെയധികം എതിരായി നിൽക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവജനത്തിൽ എന്ത് പറയുന്നുവോ, പാസ്റ്റർ അനീഷ് കാവാലം പറഞ്ഞു, പണ്ടൊക്കെ വേർപാടിന്റെ ഉപദേശം കേട്ടാണ് ജനങ്ങൾ കടന്നു വന്നത്. ഇന്ന് വേർപാടിന്റെ ഉപദേശം ഇല്ല. അത് വളരെ യാഥാർത്ഥ്യമാണ്. ദൈവജനത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശത്തിന്റെ ഘടകവിരുദ്ധമായിട്ട് മുൻപോട്ട് പോയി ആൾക്കാരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ കാട്ടിക്കൂട്ടുന്ന സാത്താന്റെ പദ്ധതിയിൽ ഇവിടുത്തെ നേതാക്കന്മാരെല്ലാം ഒതുങ്ങിപ്പോവുകയാണ്. അതുമാത്രമല്ല, സാത്താന്റെ അഭിഷേകം ഇവരിലെല്ലാം പ്രാപിച്ചിരിക്കുക. ബൈബിളിൽ ഇങ്ങനെയുണ്ടല്ലോ, കള്ളയഭിഷേകമുള്ളവര് അന്ത്യകാലത്ത് കള്ള ക്രിസ്തുക്കൾ എഴുന്നേക്കുമെന്ന, ക്രിസ്തു എഴുന്നേക്കുമെന്നല്ല, കള്ള ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട് ബൈബിളിലെങ്കിലും കള്ള ക്രിസ്തുക്കൾ അന്ത്യകാലത്ത് എഴുന്നേക്കുമെന്ന, അല്ലെങ്കിൽ എതിർ ക്രിസ്തുക്കൾ. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷക്തൻ എന്നാണ്. അപ്പോൾ കള്ളക്രിസ്തുക്കൾ എന്ന് പറഞ്ഞാൽ കള്ള അഭിഷേകം പ്രാപിച്ചവരെന്നാണ്. അപ്പൊ കള്ള അഭിഷേകം പ്രാപിച്ചവരാണ് ഇന്ന് സഭാ നേതൃത്വം, സഭയെ ഭരിക്കുന്നത്. അവർക്കാണ് സ്വാധീനം. ജനങ്ങളെ നിയന്ത്രിപ്പാൻ യഥാർത്ഥ ഇടയൻ എന്നുള്ള ഭാവം പേറി ഒരു ഇടയന്റെ വേഷം ധരിച്ച് സാത്താൻ ഇന്ന് സംഘടനകളിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി ഇത് ആത്മീയമായിട്ട് അതപ്പതിച്ച് നമുക്കറിയാം, അന്ന് കത്തോലിക്ക, മർത്തോമ, യാക്കോബ, CSI അതുപോലെ തന്നെ സഭകളൊക്കെ വിട്ട് പോന്നിട്ടുള്ള വ്യക്തികളെ വീണ്ടും അവിടേക്ക് മടങ്ങി പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ തെളിവുകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അനേകര് ഈ വചനത്തിന് വിരുദ്ധമായിട്ട് അവർ വിട്ടുപോകുന്ന അവിടേക്ക് തന്നെ മടങ്ങിച്ചെന്നിട്ട് അവരെ മുൻപോട്ട് പോകുന്നു. അവിടെ ലോകത്തിന്റെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് അവിടേക്ക് മടങ്ങിച്ചെന്ന്
അവര് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ അധപ്പതനത്തിന് കാരണം യഥാർത്ഥ വചനത്തിന് വേണ്ടി നിൽപ്പാൻ കഴിയാതെ വന്ന നിമിത്തമായിട്ട് പിശാചിന്റെ പിടിയിൽ അകപ്പെട്ട് ഇന്ന് സഭാ നേതൃത്വം ആത്മീയമായിട്ട് മുൻപോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു നേതൃത്വത്തെ ഇന്ന് ക്രൈസ്തവ മണ്ഡലത്തിൽ കാണുവാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഓരോ നിമിഷം ഓരോ ദിവസങ്ങൾ പിശാചിന്റെ പിടിയിൽ ഒതുങ്ങി 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 ഒടുവിൽ അവൻ പൂർണ്ണമായി ഇവിടുത്തെ പെന്തക്കോസ് പ്രസ്ഥാനങ്ങളെ പൂർണ്ണമായി അവന്റെ പിടിയിൽ ഒതുക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതിന്റെ യഥാർത്ഥമായിട്ട് വചനത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള യഥാർത്ഥ വേർപാടില്ലാതെ പണത്തെ മാത്രം ആത്മഭാരത്തെക്കാൾ ഉപരിയായിട്ട് ആർത്തിഭാരവുമായി നടക്കുന്ന വെറും പേക്കോലങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. കാരണം പണത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടമാണ്. ആ നെട്ടോട്ടത്തിലാണ് ഇന്ന് ഇവിടുത്തെ ക്രൈസ്തവ ലോകം മുൻപോട്ട് പോകുന്നത്. ഈ പോക്ക് അവസാനം ചെന്നെത്തുന്നത് നിത്യനരകത്തിലായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഒരു വാണിംഗ് ദൈവസഭകൾക്ക് കൊടുക്കുന്നത് നമുക്കിങ്ങനെ അറിയാം. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് പറഞ്ഞ് പൗലോസ് പറയാണ്, ഞാൻ 3 വർഷക്കാലം രാപ്പകൽ കണ്ണുനീർ വാർത്തുകൊണ്ട് നിങ്ങളോട് ബുദ്ധി ഉപദേശിച്ചു. ഇന്ന് പെന്റക്കോസ്റ്റൽ എന്ന് പറയുന്നത് ഏകദേശം 100 സംവത്സരം പിന്നിടുകയാണ്. 1902 അസൂസ സ്ട്രീറ്റ് റിവൈവൽ എന്നുള്ള പേരിൽ അമേരിക്കയിൽ ആരംഭിച്ച പെന്റക്കോസ്റ്റ് നമ്മുടെ കേരളത്തിൽ എത്തി 50 അല്ലെ 60 വർഷങ്ങൾ പിന്നിടുമ്പോൾ ദുരാചാരങ്ങളുടെ ഒരു കൂടായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ബ്രദർ സൈമനോടാണ് എൻ്റെ ചോദ്യം. ഈ 100 വർഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾമോസ്റ്റ് 4 തലമുറകളാണ്. ഈ 4 തലമുറയിൽ പെന്റക്കോസ്റ്റ് എത്തി നിൽക്കുന്നത് ഒരേ പിന്നോക്കം പോയിരിക്കുകയാണ് അവര്. അങ്ങനെയെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ ആരംഭിക്കപ്പെട്ട അപ്പസ്തോലിക സഭ 325 സംവത്സരങ്ങൾ, ഏകദേശം 3-3.25 നൂറ്റാണ്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ അതിന്റെ അവസ്ഥ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് സംസാരിച്ചാൽ അതെങ്ങനെയായിരിക്കും? പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ചോദ്യമാണ്. 100 വർഷം എന്ന് പറഞ്ഞാൽ 4 തലമുറയാണ്. സാധാരണ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, മിക്ക ആൾക്കാർക്കും, പല ആൾക്കാർക്കും അങ്ങനത്തെ ഭാഗ്യം പോലും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരെ കാണാൻ പോലും ഒക്കുന്ന ഒരു ഒരു കാണുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഒരു തലമുറ ചിലപ്പം മിസ്സാവാനുള്ള സാധ്യത ഉണ്ടെങ്കിലും മിക്ക കേസിനകത്തും ഈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ കാണുന്ന യോഗം വരെ ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ പോലും വിശ്വാസത്തിനകത്ത് വന്നേക്കുന്ന വ്യത്യാസം ഭയങ്കരമായ ഒരു വ്യത്യാസം നമ്മൾ കാണുന്നത്. ഇപ്പൊ ഈ പറയുന്ന ബെന്തിക്കോസ് സഭകളൊക്കെ തുടങ്ങുന്ന സമയത്ത് ബാക്കി സഭകള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലക്ഷറി ജീവിക്കുന്നു, നമുക്ക് സ്വർണം വേണ്ട, നല്ല വസ്ത്രങ്ങൾ, വെള്ള വസ്ത്രങ്ങൾ മാത്രം ഇടുക, എല്ലാം ത്യാഗം ചെയ്യണം, എന്നിട്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ട അല്ല എന്നുള്ള ഒരു ഇത് വെച്ചായിരുന്നു ഇവര് തുടങ്ങിയ ഒരു ഭാഗം. ബാക്കിയുള്ളവർ രക്ഷിക്കപ്പെട്ട അല്ല, ഞങ്ങള് മുതിർന്ന സ്ഥാനം ഏറ്റുകൊണ്ട് അല്ലെങ്കിൽ ഏക്കാൻ പോകുന്നതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാം വേർപാടിന്റെ, ആ സ്നാനം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം വേർപാടിന്റെ ജീവിതം ജീവിക്കാൻ പോവാന്നും പറഞ്ഞ് തുടങ്ങിയ ഒരു കാലഘട്ടം ഇന്ന് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സഭകളിനകത്ത് ഈ പാസ്റ്റർ സ്ഥാനം പോലും മാറ്റിയിട്ട് റെവറാനും ബിഷപ്പെന്നും ഒക്കെ ആക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പം ഈ 4 തലമുറയുടെ വ്യത്യാസത്തിൽ തന്നെ സംഭവിച്ചപ്പോൾ നമുക്ക് അറിയാനൊക്കും അപ്പോസ്തലന്മാര് തുടങ്ങി അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് പറഞ്ഞേക്കുന്ന ആദ്യ സഭയുടെ ഉപദേശങ്ങളും അവര് പ്രകാരം നടത്തിയിരിക്കുന്ന സ്നാനങ്ങളും 300 വർഷക്കാലം വരുമ്പോഴത്തേക്ക് 4 തലമുറയല്ല, ജീവിതത്തിൽ ഒരിക്കലും ഒരാൾക്കും 300 വയസ്സ് വരെ ജീവിക്കാനും അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയുമ്പോൾ ഒരു 12 തലമുറയെന്ന് ചിലപ്പം പറയാൻ ഒക്കുമായിരിക്കും. 12 തലമുറയുടെ അടുത്തോളം വരുന്ന ഒരു ജനറേഷൻ ഗ്യാപ്പ് ഓക്കെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അവിടാണ് നമ്മൾ കാണുന്നത് നൈസിയൻ ക്രീഡും അല്ലെങ്കിൽ ഇങ്ങനത്തെ സഭ റോമിൽ എത്തിയപ്പോഴത്തേക്ക് നമ്മളുടെ
ക്രിസ്ത്യാനിറ്റി റോമിലെത്തിയപ്പം അവിടുത്തെ രാജാവ് വരുത്തിയിരിക്കുന്ന ചേഞ്ചസ് ആണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ നമുക്ക് ഈ ബെന്തിക്കോസ് സഭയെ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു രാജഭരണത്തിലല്ല അവർ പോയിക്കൊണ്ടിരുന്നത്. രാജാവിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ രാജാവ് ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതല്ലാതെ ഒന്നും ചെയ്യാനും ഒക്കത്തില്ല. ഇനി എത്ര വലിയ പ്രീസ്റ്റ് ആണെന്ന് പറഞ്ഞാലും ശരി, ബിഷപ്പാണെന്ന് പറഞ്ഞാലും ശരി, അവരോട് പറഞ്ഞേക്കുക ഈ സാധനങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് അലൈൻ ചെയ്ത് തരണമെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ബൈബിളിനകത്ത് എന്തോ എഴുതിയേക്കുന്നെന്നോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല. അതുകൊണ്ട് പല ആൾക്കാരും ഈ ഇന്ന് വരുന്ന നമുക്ക് ഇത് കാണുമ്പോഴത്തേക്ക് അത് സഭയുടെ വിശ്വാസം, ഒരു കാരണവശാലും ബൈബിൾ പ്രകാരം വിശ്വാസത്തിനെ സ്ഥാപിക്കാൻ ഒക്കാതെ വരുമ്പോഴത്തേക്ക് ആദ്യ സഭയുടെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ പൂർവ്വപിതാക്കന്മാർ അങ്ങനെ വിശ്വസിച്ചത്, അങ്ങനെ ചെയ്തേക്കുന്ന ആ കാര്യങ്ങളാണ് റോമൻ കാത്തലിക് സഭയ്ക്കകത്ത് അല്ലെങ്കിൽ ഏക കത്തോലിക്ക സഭയ്ക്കകത്ത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവര് അതിനെ ഒരു വിശ്വാസമായിട്ട്, ബൈബിളിനെ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാതെ അതിനെ ഒരു വിശ്വാസമായിട്ട് എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പം ഒരിക്കലും 4 തലമുറയ്ക്ക് പോലും ഒരു വിശ്വാസത്തിനെ ഒരേപോലെ കൊണ്ടുപോകാൻ ഒക്കാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു ചോദ്യമാണ്. ഒരിക്കലും അവർക്കും സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു, അപ്പോസ്തലന്മാർ കാണിച്ചേക്കുന്ന രീതി അത് തന്നെയാണോ നമ്മളുടെ സഭകൾ പഠിപ്പിക്കുന്നത്, അങ്ങനെ തന്നെയാണോ നമുക്ക് രക്ഷിക്കപ്പെടാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരുന്നത്? ഇന്ന് നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയ്ക്കകത്ത് ചീട്ട് വെച്ച് നമ്മളുടെ പാപങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ ഒക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ട് നിൽക്കുക. സ്നാനം ആവശ്യമില്ലെന്ന് പറയുന്നത് പണ്ട് കത്തോലിക്ക സഭ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റന്റ് സഭകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്നാനം ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ബെന്തിക്കോസ് സഭകൾ തുടങ്ങിയ ഫൗണ്ടേഷൻ തുടങ്ങിയത് ബോൺ അഗെയിൻ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ആൾക്കാര് അവരും പറയാൻ തുടങ്ങി ഇന്ന് സ്നാനം ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ള ഒരു കാലഘട്ടത്തിൽ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കേണ്ടത് നമ്മളുടെ വിശ്വാസം. ഇതുകൊണ്ടായി കർത്താവ് പറഞ്ഞ യേശുവിന്റെ 2ാം വരവ് അടുക്കുമ്പോഴത്തേക്ക് വിശ്വാസം കണ്ടെത്തുമെന്നുള്ള ഒരു കാലഘട്ടത്തിലോട്ട് വരുന്നത്. ഇത്രയും കത്തോലിക്ക സഭ, ബാക്കി എല്ലാം പ്രൊട്ടസ്റ്റന്റ് സഭകളും ബന്ദിക്കോ സഭകളൊക്കെ ഉള്ള കാലഘട്ടത്തിൽ വിശ്വാസം കണ്ടെത്തുമെന്നുള്ള ചോദ്യം നല്ലൊരു ചോദ്യമാണ്. ആ ഒരു ചോദ്യമാണ് നമ്മൾക്കും നമ്മളോട് ചോദിക്കാനുള്ളത്. ഇത് ഏത് വിശ്വാസമാണ് ഇന്ന് കണ്ടെത്താൻ ഒക്കാത്ത? ഇത്രയും കോടി ജനങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് ക്ലെയിം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിനകത്ത് എന്തുവാണ് ഈ വിശ്വാസം? ആരാണ് ദൈവം എന്നുള്ള ഒരു ക്രിസ്ത്യാനിയുടെ ദൈവം ആരാന്നുള്ള ഒരു അറിവ് പോലും ഇന്ന് ക്രിസ്ത്യാനിക്ക് ഇല്ലാതെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പൂർവ്വപിതാക്കന്മാരെ അല്ല നമ്മളുടെ അപ്പോസ്തലന്മാരെ നോക്കി പോകുന്നതായിരിക്കും നമുക്ക് വേണ്ടി രക്ഷയുടെ ഒരു മാർഗം. എന്താ പറഞ്ഞാൽ കർത്താവ് അവരോടാണ് എല്ലാ കാര്യങ്ങളും ഡയറക്ട്ലി സംസാരിച്ചേക്കുന്നത്. അവരെങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള അറിയേണ്ടതാണ് നമ്മളുടെ വിശ്വാസത്തിന്റെ ഫൗണ്ടേഷൻ ആവേണ്ടത്. ഓക്കെ, ശരി എന്നാ. താങ്ക് യു ബ്രദർ സൈമൺ. വളരെ പ്രസക്തമാണ് ബ്രദർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ. തീർച്ചയായിട്ടും നമുക്കറിയാം 4 തലമുറകൾ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മാർത്ത യേശുവിനോട് പറയുന്നൊരു കാര്യമുണ്ട്, 4 നാളായല്ലോ നാറ്റം വെച്ച് കാണുന്നു. അപ്പൊ 4 നാൾ എന്ന് പറയുമ്പോൾ ഒരു 4th ജനറേഷൻ ആണ്. 4th ജനറേഷനിൽ പെന്തക്കോസ്തൽ നാറ്റം വെച്ച് ജീർണിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ജീർണതയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് അവർക്ക് നാറ്റം അറിയത്തില്ല. അന്ന് ഫസ്റ്റ് സെഞ്ചുറിയിലോ ഫസ്റ്റ് ജനറേഷനിലോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർ മൂക്ക് കൈവെക്കും. കാരണം ഇത് ഇങ്ങനെ എത്തിയതിനോർത്ത് അവർക്ക് അറിയും. അത്രമാത്രം ജീർണതയിലേക്ക് പോയിരിക്കുന്നത്. അറിയാൻ പറ്റുന്നത് ആ 1ാം ഫാദേഴ്സിനാണ്, അല്ലെങ്കിൽ 1ാം പിതാക്കന്മാർക്കാണ്. ഇതുവെല്ലാം കാണാനിടയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ശരിക്കും സങ്കടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നെത്തി നിൽക്കുന്നത്. എന്റെ ചോദ്യം ബ്രദർ വിൽസൺ അവൈലബിൾ ആണോ? വിൽസനോട് ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മള് ബ്രദർ സൈമൺ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ ആക്ച്വലി എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഈ ക്രിസ്ത്യാനിറ്റിയുടെ ബേസ് അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയിൽ നമുക്ക് ഗ്രാൻഡ് ചിൽഡ്രൻ ഇല്ല, സൺസ് ഓഫ് ഗോഡ് മാത്രമേ ഉള്ളൂ. ഗ്രാൻഡ് ചിൽഡ്രൻ ഓഫ് ഗോഡ് ഇല്ല. കാരണം എവ്രി വൺ ഹാസ് ടു ബി ബോൺ അഗെയിൻ. ഓരോ വ്യക്തിക്കും, whether he is a grandson or great grandson, he has to become a son of God. അപ്പൊ അവന് എന്ത് ചെയ്യണം? അവന് പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ദൈവമായിട്ടുണ്ടാവണം. വ്യക്തിപരമായി ദൈവമായിട്ടൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ന് ഇങ്ങനെ എത്തിച്ചേരാനുള്ള കാരണം. ഈവൻ ആദ്യത്തെ ഏർലി സെഞ്ചുറി ചർച്ചിനും ഉണ്ടായ ഒരു കാര്യം ഇത് തന്നെയാണ്. ആ ഒരു ട്രഡീഷണൽ ആയിട്ട് ഒരു കൈമാറി വന്ന വിശ്വാസം പിന്നീട് ഈ ലോകത്തിന്റെ മാലിന്യങ്ങളിൽപ്പെട്ട്
പലപ്പോഴും സമ്മർദ്ദങ്ങൾക്കും രാജാവിന്റെ ഇംഗിതത്തിനൊക്കെ വഴങ്ങി അവർക്ക് വഴങ്ങേണ്ടി വന്നപ്പോൾ ആ ശരിയായ അപ്പസ്തോലിക പാരമ്പര്യമുള്ളവർ അവരെ ഗൈഡ് ചെയ്യാൻ അവർക്ക് ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിച്ചത്. സെയിം തിങ് അല്ലെ ഇന്ന് ഈ വ്യക്തിപരമായിട്ടുള്ള ഒരു പേഴ്സണൽ ഇവാഞ്ചലൈസേഷനോ അല്ലെങ്കിൽ വ്യക്തിപരമായ ദൈവവചനത്തിന്റെ ആഴങ്ങളെ സംബന്ധിച്ചുള്ള പരിജ്ഞാനക്കുറവോ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും വ്യക്തിപരമായി ദൈവത്തെ അറിയുകയും തങ്ങളുടെ പാപത്തെക്കുറിച്ച് ബോധം വരികയും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി വിശുദ്ധ വേദപുസ്തകം അനുശാസിക്കുന്ന സത്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യാതെ ഒരു ട്രഡീഷൻ ആയിട്ട് ഒരു പാരമ്പര്യത്തിലേക്ക് വന്നതല്ലേ ആക്ച്വലി ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രശ്നത്തിന്റെ മൂല കാരണം. ബ്രദർ വിൽസൺ അവൈലബിൾ ആണെങ്കിൽ ബ്രദർ വിൽസൺ അതിനൊരു ഉത്തരം പറഞ്ഞാൽ മതിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ചോദ്യമാണ്. നമ്മൾ ആ ഒരു ഇതിനെയൊക്കെ എങ്ങനെ കാണുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ദൈവത്തെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ലോകത്തിലെ എല്ലാ സഭകളും എന്ന് വെച്ച് കഴിഞ്ഞാൽ റോമിലെ ആ ഒരു എംപയറിനെ ഈ ലോകം മൊത്തം അതിന്റെ ആ ഇൻഫ്ലുവൻസ് അതിന്റെ എംപയറിന്റെ ഇൻഫ്ലുവൻസ് കാരണം സുവിശേഷത്തിന്റെ ആദ്യ പാഠങ്ങൾ ഈ ലോകം മൊത്തം എത്തുവാൻ വേണ്ടി ദൈവം റോമിനെ തന്നെ ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ നാട്ടിൽ പറയുന്ന മാതിരി കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുന്ന പരിപാടി ആ ദൈവത്തെ സംബന്ധിച്ചോളം ദൈവം ചെയ്തു. അപ്പൊ ദൈവം റോമ എന്ന വലിയ ആ എംപയറും പിന്നെ കടന്നു വന്ന ബ്രിട്ടീഷ് എന്ന ഏറ്റവും വലിയ ഇന്നത്തെ പുതിയ കാലം നമ്മളെ ഒരു 100-150 വർഷം മുമ്പേ കാണുമ്പോൾ ഏറ്റവും വലിയ എംപയറായി നിന്നിരുന്ന ആ ഒരു ബ്രിട്ടീഷ് എംപയറിനെ ഉപയോഗിച്ചാണ് ലോകം മൊത്തം ബൈബിളും വചനവും എല്ലാം എത്തിച്ചത്. അപ്പൊ പലതര സഭകള് പലതര ഡോക്ട്രിനുമായിട്ട് ഈ ലോകത്ത് മൊത്തം കടന്നു പോവുകയും അവരുടെ ആ ഒരു പഠിപ്പീരുകൾ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണുന്നത് നമ്മുടെ വിശ്വാസത്തിലും പലരും ആ ഒരു വിശ്വാസത്തെ അതിനകത്തെ കുറവുകളെ കണ്ടിട്ടാണ് ഇന്ന് ഈ ഒരു ഏകദൈവ വിശ്വാസത്തിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തിലേക്കും കടന്നു വന്നത്. നമ്മൾ പഴയ നിയമം മൊത്തം കാണുമ്പോൾ അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ആദ്യം സൃഷ്ടി, പിന്നെ മനുഷ്യന്റെ ദൈവത്തോടുള്ള നടപ്പ്, പിന്നെ അവൻ അടിമത്തത്തിലേക്ക് കടന്നു പോവുകയും പിന്നെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെടുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് അവന് പ്രമാണം നൽകപ്പെടുകയും പിന്നെ ആ പ്രമാണത്തെ അവൻ എങ്ങനെ തെറ്റിച്ചു എന്നുള്ള സകല ചരിത്രമാണ് നമ്മൾ പഴയ നിയമ പുസ്തകത്തിൽ കാണുന്നത്. അപ്പോൾ അവിടെ എല്ലാം ദൈവം ഒന്നിനു പുറകെ ഒന്ന് ഒരു കാര്യം പറഞ്ഞു തരുന്നു. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ അല്ല പിന്തുടരുന്നത്, നിങ്ങളുടെ ദൈവമായ കർത്താവായ ദൈവത്തെയാണ് പിന്തുടരുന്നത്. അവന്റെ ദൈവത്തിൽ നിന്നും വരുന്ന പ്രമാണത്തെയാണ്, ദൈവത്തിൽ നിന്നും വരുന്ന വചനത്തെയാണ് പിന്തുടരുന്നത്. അല്ലാതെ മനുഷ്യനായ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങൾ തെറ്റിപ്പോകരുതെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ ഉടനീളം പറയുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച ഏവർക്കും ആണ് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തത്. അപ്പോൾ പാസ്റ്റർ ജോസ് പറഞ്ഞത് മാതിരി ഗ്രാൻഡ് ചിൽഡ്രൻ ഇല്ല, എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടി ആയതുകൊണ്ട് അവർക്ക് ദൈവമക്കളാകുവാനുള്ള അധികാരമുണ്ട്. അത് ദൈവത്തെ അറിയുവാനുള്ള അവസരം ദൈവം സകല ലോകത്തിലും നൽകിയിട്ടുണ്ട്, ദൈവത്തിന്റെ സുവിശേഷം പല രീതിയിൽ എത്തിച്ചിട്ട്. പക്ഷെ അതിനകത്ത് ശരിയായ മക്കൾ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുന്ന പ്രക്രിയയിലേക്ക് ഏർപ്പെടുന്നത് എങ്ങനെയാണ്? അവനെ കൈക്കൊണ്ട്. വന്നവനെ കൈക്കൊണ്ട്. അതായത് കർത്താവായ യേശു ക്രിസ്തു ഏക ദൈവത്തിന്റെ വെളിപ്പാടാണെന്നും ആ ആത്മീയ അവൻ ഒരു ജഡമെന്ന ശരീരം എടുത്തിട്ട് ഇന്ന് ഒരു വാഴ്ത്തപ്പെട്ട ആത്മീയ ശരീരത്തിൽ അവനിൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയുണ്ടെന്ന് 2 കൊലോസ്യർ 2 പറയുന്നത് പോലെ അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരുമായും വസിക്കുന്നത്. അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. എന്താണ് അവന്റെ നാമത്തിൽ വിശ്വസിക്കേണ്ടത്? കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ എന്താണ് ആ നാമത്തെ പറ്റി സാക്ഷ്യം പറഞ്ഞത്? ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. ആ നാമത്തിൽ വിശ്വസിക്കണം. അതുകൊണ്ട് ഇതൊരു ജനറേഷണൽ ഒരു പാരമ്പര്യത്താൽ വരുന്ന വിശ്വാസമല്ല, അല്ലെങ്കിൽ പാരമ്പര്യത്താൽ വരുന്ന രക്ഷയല്ല. ഒരിക്കലും പാരമ്പര്യം കാരണം
ആരും രക്ഷിക്കപ്പെടത്തില്ല. പക്ഷെ ഇന്ന് ഭൂരിപക്ഷം സഭകളിലും നിങ്ങളുടെ പിതാക്കന്മാരുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇന്നത്തെ സഭകൾ, ഇന്നത്തെ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞ സഭകൾ, എന്തുകൊണ്ട് അവരുടെ നാമം പോലും പെന്തക്കോസ് എന്ന് വന്നു? അവര് പെന്തക്കോസ് ദിനത്തിലാണ് തുടങ്ങിയതെന്ന് ഉള്ള ചിഹ്നമാണ് അവരുടെ നാമം പെന്തക്കോസ് സഭയെന്ന് വന്നത്. അവര് ആ പത്രോസിന്റെ ആദ്യത്തെ സുവിശേഷ പ്രസംഗത്തെ മാനിക്കുന്നുണ്ടോ എന്നുള്ള ഒരൊറ്റ ചോദ്യം മാത്രം ചോദിച്ചാൽ നമുക്കറിയാം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആ പെന്തക്കോസ് സഭയിലാണോ? നമ്മുടെ പിതാക്കന്മാർ തുടങ്ങിയത് ആ പെന്തക്കോസ് സഭയിലാണോ? ഇന്ന് നമ്മൾ വന്നു നിൽക്കുന്നത് ആ പെന്തക്കോസ് സഭയിലാണോ? അപ്പോസ്തലൻ പറയുന്നു ആ സുവിശേഷമല്ല, ആ ഡോക്ട്രിൻ അല്ല നമ്മൾ കൈക്കൊണ്ടതെങ്കിൽ നമ്മൾ തെറ്റിപ്പോയി, നമ്മൾ ശപിക്കപ്പെട്ടവന്റെ ഉപദേശമാണ് കൈക്കൊണ്ടതെന്ന്. അതാണ് ഇന്ന് കാവാലം ബ്രദർ നമ്മളുടെ ഇടയ്ക്ക് പറയുന്നത്. മുമ്പ് നമ്മൾ തുടങ്ങിയപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു നമ്മൾ തുടങ്ങിയത്, ഇന്ന് നമ്മൾ തെറ്റിപ്പോയി എന്ന് അവർ ഒക്കെ പറയുന്നു. അത് നമ്മൾ കേൾക്കണം. അപ്പോൾ തെറ്റിപ്പോയത് ഒരു കാര്യത്തിൽ മാത്രമാണോ, പല കാര്യങ്ങളിലുമാണോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഡോക്ട്രീൻ പരമായി അവർ ചിലപ്പോൾ തെറ്റിപ്പോയി എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതിലേക്ക് ആദ്യത്തെ സുവിശേഷം, ആദ്യത്തെ പ്രസംഗം, അതിലേക്ക് നമ്മൾ കടന്നു പോയില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് തുടക്കം ശരിയാകില്ല. തുടക്കം ശരിയായില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കത്തില്ല. ഇത് നമ്മൾ കർത്താവിൽ നിന്നും, പിതാവായ ഏക ദൈവത്തിൽ നിന്നും യാചിച്ചു മേടിക്കേണ്ട ഒരു വിശ്വാസമാണ്. ആ ആത്മാവിന്റെ ദാനമല്ലാതെ ആരും രക്ഷിക്കപ്പെടത്തില്ല എന്നുള്ള കാര്യത്തിന്റെ പ്രൂഫാണ് ഇന്നത്തെ ഈ സഭകളുടെ എല്ലാം മൂല്യച്യുതി നമ്മൾ കാണുന്നത്. താങ്ക് യു വെരി മച്ച് ബ്രദർ വിൽസൺ. താങ്ക് യു വെരി മച്ച്. വളരെ വ്യക്തമായ നിരീക്ഷണമാണ് ബ്രദർ മുന്നോട്ട് വെച്ചത്. ഞങ്ങളുടെ വീഡിയോ കാണുന്നവരെ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ ഇത് കാണണം. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഈ കാവാലത്തിന്റെ ഒരു ആശങ്ക വാസ്തവത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന പെന്തക്കോസ്തുകാര് രക്ഷ കിട്ടുമെന്നും കർത്താവിന്റെ വരവിൽ പോകുമെന്നും വിചാരിച്ചിരിക്കുന്ന നിങ്ങൾ പലരും നിങ്ങളുടെ അടിസ്ഥാനം തന്നെ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഒരു തിരിച്ചുവരവിന് നിങ്ങളുടെ ഒരു സാധ്യതയാണ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പ്രാമുഖമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അനീഷ് കാവാലത്തിന് പോലും പുറകോട്ട് പോയി ആ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ആ 1902 അസൂസ സ്ട്രീറ്റ് റിവൈവലിലേക്കാണ്. നമുക്ക് അവിടേക്കല്ല പോകേണ്ടത്. 1-ാം നൂറ്റാണ്ടിലെ യഥാർത്ഥ പെന്തക്കോസ്റ്റൽ റിവൈവലിലേക്ക് പോകണം. അവിടെയാണ് ഇതിന്റെ റൂട്ട് കിടക്കുന്നത്. അവിടെയാണ് മാനസാന്തരമുള്ളത്, അവിടെയാണ് പാപബോധനമുള്ളത്, അവിടെയാണ് ദൈവം ആരാണെന്നുള്ള വെളിപ്പാടുള്ളത്. അപ്പോസ്തലന്മാര് പ്രഖ്യാപിച്ചതും സേവിച്ചതും ആരാധിച്ചതും ആയ ഒരു ദൈവമായിരുന്നു. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഏകദൈവത്തെ കുറിച്ച് പറയുന്നു. ആ ഏകദൈവത്തിന്റെ വെളിപ്പാടാണ് യേശുക്രിസ്തു എന്ന് പുതിയ നിയമം പൂർണ്ണമായും അപ്പോസ്തലനായ പൗലോസ് ആധികാരികമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. ആ വെളിപ്പാടിന്റെ മേൽ യെരുസലേമിൽ സ്ഥാപിതമായ അപ്പസ്തോലിക ഉപദേശത്തിലേക്ക് മടങ്ങാനാണ് അനീഷ് കാവാല അടക്കമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. അവിടെയാണ് ഞങ്ങൾ പ്രസ്താവിക്കുന്ന ദൈവവചനം ആ 1-ാം നൂറ്റാണ്ടിലെ യഥാർത്ഥ ക്രിസ്തീയ അനുഭവത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു പെന്തക്കോസ്റ്റൽ നാമധേയത്തിലുള്ള ഒരു അനുഭവത്തിലേക്കല്ല, മറിച്ച് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയുടെ അനുഭവത്തിലേക്ക് വരും. ഈ അനുഭവത്തിൽ വരികയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ക്രിസ്തീയ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുള്ളൂ. അത് അവിടെയാണ് അപ്പസ്തോലിക പാരമ്പര്യമുള്ളത്. അവിടെയാണ് പുത്രത്വത്തിന്റെ അല്പം മുമ്പ് സൂചിപ്പിച്ച ആ പുത്രത്വത്തിന്റെ അധികാരം അവിടെയാണ് കിടക്കുന്നത്. അവിടെയാണ് ദൈവവും മനുഷ്യനും തമ്മിൽ പിതാപുത്ര ബന്ധത്തിന്റെ റിലേഷൻഷിപ്പിന്റെ ഊഷ്മളതയിലേക്ക് വരികയുള്ളൂ. അവിടെയാണ് ശരിയായ മാനസാന്തരമുള്ളത്. അവിടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നടത്തിപ്പുള്ളത്. എന്നാൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, സഭ ഇന്ന് നിങ്ങൾ പറയുന്ന ഈ സഭയല്ല എത്തി നിൽക്കുന്നത്. പിതാക്കന്മാരിൽ നിന്ന്, സഭാപിതാക്കന്മാരിൽ നിന്ന് ഓർഡിനേഷൻ കിട്ടിയ ഒരു പാരമ്പര്യമാണുള്ളത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ദൈവിക ഓർഡിനേഷനാണ്, ഒരു പരിശുദ്ധാത്മാവിന്റെ ഓർഡിനേഷനാണ് ആവശ്യമുള്ളത്. അതാണ് പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 20 പറയുന്നത്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനെയും സൂക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവ് അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ എന്ന് പറഞ്ഞത്. അപ്പൊ പരിശുദ്ധാത്മാവല്ല നിങ്ങളെ അധ്യക്ഷരാക്കി ഒരു സഭയിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്, നിങ്ങളുടെ സഭയാണ്. നിങ്ങളുടെ സഭ അടിസ്ഥാനപരമായി തന്നെ തെറ്റാണ്. ഇത് പറയുമ്പോൾ
ഞങ്ങളെ ഏതോ ഏലിയൻസ് ആയിട്ട് കാണും എന്നൊരു മനോഭാവമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളോട് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ഒരു കാര്യം, നിങ്ങൾ യെരുസലേമിലെ പാരമ്പര്യത്തിലേക്ക് മടങ്ങണം. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ അല്ലെങ്കിൽ ശേഷം ഉയർപ്പിന്റെ നാളിൽ, ഉയർപ്പിന്റെ 50-ാം നാളിൽ ഉണ്ടാക്കപ്പെട്ട യഥാർത്ഥമായ അപ്പസ്തോലിക പാരമ്പര്യത്തിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സ്ഥാപിതമായ യഥാർത്ഥ ക്രിസ്തു സഭയുടെ അടിസ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവം ഒന്നേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് പാപങ്ങളുടെ മോചനം അപ്പോസ്തലന്റെ പത്രോസിന്റെ ഉപദേശത്താൽ, ശേഷം അപ്പോസ്തലന്മാരും പിൽക്കാലത്ത് യെരുസലേമിലും പരിസര പ്രദേശങ്ങളിലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടത്തിയ പാപമോചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവസഭയിലേക്ക് മനുഷ്യൻ രക്ഷ പ്രാപിച്ച് കടന്നു വന്നിരുന്നത്. ഇതിനെയെല്ലാം അപ്പാടെ നിഷേധിക്കുന്ന നിങ്ങളുടെ പെന്തക്കോസ്റ്റൽ പാരമ്പര്യം, അത് കേവലം 100 വർഷം മാത്രം പിന്നിടുമ്പോൾ ഇന്ന് ഇത്രമാത്രം ജീർണതയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റക്കാര് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഇനിയും തിരിച്ചു വരുവാൻ, മടങ്ങി വരുവാൻ, ബൈബിളിന്റെ ആദ്യ പാഠങ്ങളിലേക്ക്, ക്രിസ്ത്യാനിറ്റിയുടെ മൂല ഉപദേശത്തിലേക്ക്, അടിസ്ഥാന ഉപദേശത്തിലേക്ക് മടങ്ങി വരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ആശംസിക്കുകയാണ്. മറ്റൊരു കാര്യം പറയുവാനുള്ളത്, അന്നത്തെ സഭകൾ ഒക്കെ ആരംഭിക്കപ്പെടുന്ന കാലത്ത് കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോഴൊക്കെ അവര് സമ്പത്ത് സഭയുടെ ശുശ്രൂഷയ്ക്കോ വളർച്ചയ്ക്കോ ഒരു തരത്തിലും ഉപയോഗിച്ചതായിട്ട് കാണുന്നില്ല. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ മിഷണറി യാത്രകൾ നടത്തിയ പൗലോസ് പോലും താൻ ശുശ്രൂഷ ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ തനിക്ക് കിട്ടുന്ന സമയത്ത് തനിക്ക് അറിയാവുന്ന കൂടാരപ്പണി ചെയ്ത് ഉപജീവനം കണ്ടെത്തുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ന് മിഷണറി പ്രവർത്തനങ്ങൾക്ക് വിദേശ ഫണ്ട് വേണം, കമ്പനികളുടെ CSR ഫണ്ട് വേണം. പല മനുഷ്യരും അവരുടെ അധ്വാനത്തിന്റെ പങ്ക് കൊടുത്താൽ അത് സുവിശേഷ വേലയ്ക്കെന്ന് പറഞ്ഞ് ഉപയോഗിക്കപ്പെടുന്നത് പലപ്പോഴും സ്ഥാപനവൽക്കരിക്കുവാനും അവര് നിലനിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാനും കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും സ്കൂളുകൾ പണിയാനും വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇതൊന്നും ദൈവസഭയുടെ പ്രവർത്തനത്തിന് ഒരു കാലഘട്ടത്തിലും ദൈവം ഉപയോഗിച്ചിട്ടില്ല. മനുഷ്യന്റെ പണം ഉപയോഗിച്ചല്ല ആദിമ സഭ വളർന്നതും ലോകത്തെ കീഴ്മേൽ മറിച്ചു എന്ന് ദൈവജനത്തിൽ പറയുന്നത് പോലെ വ്യാപരിച്ചതും. ഇന്ന് പണം വൻതോതിൽ ദൈവസഭകൾ എന്ന് അവകാശം പറയുന്ന ആളുകളുടെ കൈവശം എത്തിച്ചേർന്നത് കൊണ്ടാണ് ഇന്ന് സഭകൾ ഇത്തരമുള്ളൊരു ഗൗരവതരമായ മൂല്യച്യുതിയിലേക്ക് പോയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കൊരു വീഡിയോയുടെ കണ്ട് നമുക്ക് വരാം. വളരെ അടിസ്ഥാനപരമായി അച്ചായ കുടിക്കരുത്, ഒരു ഉപദേശമൊന്നും പറഞ്ഞല്ല, അച്ചായ കുടിക്കരുത് എന്ന് പറയുന്ന അതൊക്കെയാണ്. ബൈബിളൊന്നും പറഞ്ഞിട്ടല്ല അദ്ദേഹം കേരളത്തിൽ മിഷൻ പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും അദ്ദേഹം വളരെ ലക്കുള്ള മനുഷ്യനായിരുന്നു. സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് വളരെ വലിയ ഒരു തലയിൽ വലിയൊരു വര കിട്ടി വന്ന ഒരു മനുഷ്യനായിരുന്നു KP യോഹന്നാൻ. പിൽക്കാലത്ത് യോഹന്നാൻ മെട്രോപൊളിറ്റൻ എന്തൊക്കെയോ ആയി തീർന്ന KP യോഹന്നാനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ കൂടി പ്ലേ ചെയ്ത് അത് എപ്രകാരം കേരളത്തിലെ പെന്തക്കോസ്റ്റൽ സഭകൾക്ക് അത് വളമായി തീർന്നുവെന്നും പിൽക്കാലത്ത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് പെന്തക്കോസ്റ്റൽ ഉപദേശം വിട്ടിട്ട് പരമ്പരാഗത വിശ്വാസ പ്രമാണമുള്ള എപ്പിസ്കോപ്പൽ സഭകളിൽ അഭയം പ്രാപിക്കേണ്ടി വന്നതിനെ എന്നെ സംബന്ധിച്ചും ഒരു വിശകലനത്തിന് വേണ്ടി നമുക്ക് അല്പസമയം ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് മടങ്ങി വരാം. Metropolitan Athanasius Johann I, born as the youngest of 6 children in Niranam, a small village near Tiruvalla, Kerala, India. The village where Saint Thomas, the disciple of Jesus, established a church in the 1st century AD, devoted his life to God at quite a young age. After finishing his high school, he responded to the divine call of God and embarked on a decade-long journey traveling to the remotest villages of India, serving the needy and the downtrodden. Later, he completed his theological studies in the US, received his ordination, and spent 4.5 years serving as a local parish priest. Although the American dream was within his grasp, he responded once again to God's call to serve the people of India and neighboring nations. What was most endearing about the Metropolitan was that he could connect to people from all walks of life, from the common man to the affluent. And this
was the primary reason why his daily 15-minute radio broadcast, എന്റെ The പേര് KP യോഹന്നാൻ. Atmiya നിങ്ങൾ Yatra, കേട്ടുകൊണ്ടിരിക്കുന്നത് ആത്മീയ യാത്ര. spiritual journey, transformed itself into a movement which over the next 3 decades touched the lives of countless millions, transcending caste, color, creed and religion. Through visual media, music, radio programs in over 110 languages and the more than 300 books he wrote. On February 6th, 2003, he was consecrated according to the historical tradition of the One Holy Catholic and Apostolic Church, in line with apostolic succession, as the bishop and installed as the Metropolitan of Believers Eastern Church. Under his visionary leadership, the Believers Eastern Church became a global church with 12,000 parishes and millions of faithful, representing almost 300 different languages across the 4 continents of the world. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ കാണുകയായിരുന്നല്ലോ. തിരുവല്ലയിൽ നിരണം പ്രദേശത്ത് ഒരു മർത്തുമ കുടുംബത്തിൽ ജനിച്ച് ഒരു താറാവ് കൃഷിക്കാരനായി ജനിച്ച് പിൽക്കാലത്ത് അച്ചായ കുടിക്കരുത് തുടങ്ങി നിരവധി പുസ്തകങ്ങൾ രചിച്ച് അന്നത്തെ കാലഘട്ടങ്ങളിൽ അനേകരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ അനേക റേഡിയോ പ്രഭാഷണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത KP യോഹന്നാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പിൽക്കാലത്ത് അമേരിക്കയിൽ പോയി അടിസ്ഥാനപരമായ ബൈബിൾ വിദ്യാഭ്യാസം നേടുകയും 4 വർഷം അവിടെ പ്രവർത്തിക്കുകയും പിൽക്കാലത്ത് ലോകത്തിൽ 4 ഭൂഖണ്ഡങ്ങളിലായി 300-ലധികം ഭാഷകളിലുള്ള നിരവധി കോൺഗ്രിഗേഷനുകൾ സ്ഥാപിച്ച് ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തീരുകയും ഒടുവിൽ അദ്ദേഹം ഒരു പട്ടത്ത സഭ ബിഷപ്പായി മോർ ആൻഡ് മോർ എന്നുള്ള ഉന്നത പദവിയിലേക്ക് താൻ എത്തിപ്പെടുകയും ചെയ്ത ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. റീസെന്റ് പാസ്റ്റിൽ അദ്ദേഹം മരണപ്പെടുകയും അതിനു മുന്നോടിയായി അദ്ദേഹത്തിന്റെ സഭയുടെ ആസ്ഥാനമായി തിരുവല്ല കുട്ടപ്പുഴയിലും അദ്ദേഹത്തിന്റെ നാമത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനമായി പ്രവർത്തിച്ചു വന്ന ബിലീവേഴ്സ് ചർച്ചിലും ബിലീവേഴ്സ് എഞ്ചിനീയറിംഗ് കോളേജിലും ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിലും അനധികൃതമായി ധാരാളം സമ്പത്തുകൾ ഇവൻ കറൻസിയായി സൂക്ഷിക്കപ്പെട്ടത് കാർ പോർച്ചിൽ നിന്നൊക്കെ 6 കോടി രൂപ പിടിച്ചെടുക്കപ്പെട്ടത് ധാരാളം വാർത്തയായി നമ്മുടെ കൺമുമ്പിൽ കണ്ടിരുന്നു. ഒരു സാധാരണ ദരിദ്ര കുടുംബത്തിൽ നിന്നും സുവിശേഷത്തിന്റെ ശബ്ദം കേട്ടിറങ്ങിയ ഒരു മനുഷ്യൻ ഒടുവിൽ ഈ സമ്പത്തെല്ലാം ആർജിച്ച് സൂക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ് പിൽക്കാലത്ത് ഒരു യോഹന്നാൻ മാർത്തോമ മെത്രോപൊലിത്ത എന്നുള്ള ഒരു പദവിയിലേക്ക് മാറേണ്ടി വന്നത് എന്നുള്ള സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ അധികം ആർക്കും അറിയില്ലാത്ത ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്ന് രാത്രിയിൽ ഒരു ചിന്തയ്ക്ക് അപഗ്രന്ഥിക്കുകയാണെങ്കിൽ, ഒരു പെന്തക്കോസ്റ്റൽ സഭയായി ബിലീവേഴ്സ് ചർച്ച് ആരംഭിക്കപ്പെട്ടത് പിന്നീട് അതൊരു പട്ടത്ത സഭയിലേക്ക് മാറ്റപ്പെട്ടതും പിന്നീട് ധാരാളം സമ്പത്തുകൾ അവിടെ കുമിഞ്ഞുകൂടിയതും പിന്നീട് സമ്പത്ത് സൂക്ഷിക്കേണ്ടതിന് വേണ്ടി തന്റെ വിശ്വാസം തന്നെ താൻ ഒരു കാലത്ത് തെറ്റാണെന്ന് പറഞ്ഞതിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരു ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അത് കേരളത്തിലുള്ള മുഴുവൻ പെന്തക്കോസ്റ്റൽ സഭകൾക്കും ഉണ്ട്. അദ്ദേഹം ഒരു പെന്തക്കോസ്റ്റൽ സഭ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ എനിക്കറിയാവുന്ന ചില പാസ്റ്റർമാര് അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഒക്കെ സെൻട്രൽ പാസ്റ്റർമാരായിരുന്നവര് അവർ പെട്ടെന്ന് നമ്മൾ ഈ പുതിയ ന്യൂസ് ചാനലുകൾ വരുമ്പോൾ നിലവിലുള്ള ചാനലുകളിൽ നിന്നും അവർ വലിയൊരു തുകയ്ക്ക് ഹയർ ചെയ്ത് മറ്റ് ചാനലിലേക്ക് പോകുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ സഭകളിലേക്കും ഒരുപാട് IPC-കാരും ഷാരോൺകാരും AD-കാരും ഒക്കെ അവരുടെ സഭകളുടെ സെന്ററിലേക്കും ഡിസ്ട്രിക്ട് പാസ്റ്റർമാരും ഒക്കെ ആയിട്ട് പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ അവര് ആ സ്ഥാനം ഇന്റർവ്യൂ നടത്തി കടന്നുപോയി ഒരു കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ഞാൻ ഇവരുടെ സഭകളിൽ വല്ലപ്പോഴൊക്കെ പങ്കെടുത്തിരുന്ന ഒരാളെന്നുള്ള നിലയില്ല. പിന്നീട് ഇവരെ എല്ലാം അടങ്കലം പുള്ളി പിശാചിന് വിറ്റുകൊടുക്കുന്ന ഒരു നിലപാടിലേക്ക് പോയത് നമ്മുടെ മുമ്പിലുണ്ട്. ഈ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആമുഖമായി സംസാരിച്ച സ്ഥലത്ത് പെന്തക്കോസ്റ്റൽ സഭയുടെ ജീർണതയിലേക്ക് എത്തി നിൽക്കുമ്പോൾ
ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ എല്ലാ സഭകളും ഈ ജീർണതയുടെ ഭാഗമാണ്. പിന്നെ സിസ്റ്റമാറ്റിക് ഒരു സംവിധാനത്തിന്റെ ഒരു കെട്ടുറപ്പിന്റെ പേരിൽ മാത്രം കത്തോലിക്ക മുതലുള്ള പ്രസ്ഥാനങ്ങൾ അവരുടെ അച്ചടക്കത്തിന്റെ വാൾ ഓങ്ങി നിൽക്കുന്നത് കൊണ്ട് മാത്രം പൊട്ടിയും ചിന്നിയും പോകുന്നില്ല എന്നതൊഴിച്ചാൽ ഇത്തരം സഭകളുടെ ആയുസ് ഏതെങ്കിലും ഒരു EDയുടെയോ ഒരു IBയുടെയോ പരിശോധനയിൽ ഒരു കർശനമായ ഒരു മത നിയന്ത്രണം, മതങ്ങളുടെ മേലെ എടുക്കുന്ന ഒരു ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ ഇതിനെ പൊടിച്ചു കളയാൻ കഴിയുന്ന തരത്തിൽ വളരെ ജീർണതയുള്ള ഒരു അവസരത്തിലാണ് KP യോഹന്നാൻ പട്ടത്ത സഭാ സങ്കേതത്തിലേക്ക് പണം കൊടുത്ത് ഓർഡിനേഷൻ വാങ്ങി ഒരു ബിഷപ്പായതെന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ഈ വിഷയത്തെ ഒന്ന് നമുക്ക് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ കാലാനുസൃതമായി പരിശോധിച്ചാൽ നമ്മളുടെ പരിമിതമായ ഓഡിയൻസും അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോകൾ കാണുന്ന ആളുകൾക്ക് ഈ പെന്തക്കോസ്റ്റൽ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഈ മൂല്യച്യുതി നമുക്ക് എത്രമാത്രം നമുക്കൊന്ന് വിശദമാക്കാൻ കഴിയും? ബ്രദർ വിൽസനോട് ഞാൻ ആദ്യം ആമുഖമായിട്ട് ഈ ചോദ്യം ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കണ്ട നമ്മുടെ ബിഷപ്പായ KP യോഹന്നാൻ, ഇദ്ദേഹം ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ്. ഇതെല്ലാം നമുക്ക് ചരിത്ര പാഠങ്ങളായിട്ട്, നമുക്ക് വിശ്വാസത്തിന്റെ ആ ഒരു മേഖലയില് ഒരു ചരിത്ര പാഠമായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടിയാണ് ഇവരെയൊക്കെ നമ്മൾ പഠിക്കുന്നത്. ബേസിക്കലി ഒരു വശത്ത് നമ്മൾ കാണുന്നത് അവര് മർത്തോമ എന്ന സഭയിൽ തുടങ്ങുന്നു, തങ്ങളുടെ ജീവിതയാത്ര തുടങ്ങുന്നു. അന്ന് മർത്തോമ സഭയെ പറ്റി നമുക്കറിയാം. മർത്തോമ സഭ വന്നത് ഓർത്തഡോക്സ് സഭയിൽ നിന്നും പിരിഞ്ഞു വന്ന ഒരു സഭയാണ്. ആ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് പിരിഞ്ഞു വന്ന അദ്ദേഹത്തിന്റെ പിതാക്കന്മാര് ഓർത്തഡോക്സ് സഭയിൽ നിന്നും എന്നോ പിരിഞ്ഞു വന്നു. എന്നിട്ട് ഇദ്ദേഹം മർത്തോമ സഭയിൽ നിന്ന് തുടങ്ങുകയും ഏത് സഭയിലെ ആ തിയോളജി പോയി പഠിച്ചെന്ന് നമുക്ക് വ്യക്തമല്ല. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നില്ല. അദ്ദേഹം US പോയിട്ട് തിയോളജി പഠിക്കുകയും പിന്നെ അവിടുന്ന് കുറച്ചു നാള് മർത്തോമയിൽ തന്നെ പട്ടത്വം ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. ഏതോ ഒരു സമയത്ത് അദ്ദേഹത്തിന് തോന്നി ഇതെല്ലാം വിട്ടിട്ട് ഇവാഞ്ചലിസത്തിന് വേണ്ടി ഇറങ്ങണമെന്നും ഭയങ്കരമായ വലിയ ഒരു കൂട്ടത്തെ അദ്ദേഹം ആകർഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. നമ്മളെ സംബന്ധിച്ചോളം ഇതെല്ലാം കാണുന്നത് അങ്ങനെ ഒരു സ്റ്റാർ പ്രചാരകൻ വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് സുവിശേഷം സംബന്ധമായി അദ്ദേഹം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത്. പക്ഷെ അങ്ങനെ വരുന്ന വിശ്വാസികൾ, ആദ്യ പാഠങ്ങൾ ലഭിക്കുന്ന വിശ്വാസികൾ പിന്നീട് ഈ സഭകളിലൊക്കെ നിന്ന് പോകുമ്പോൾ അവര് പിതാവിലേക്ക് കണക്ട് ആകുന്നുണ്ടോ? അവര് പിതാവിന്റെ വെളിപ്പാടിനെ ശ്രദ്ധിക്കുന്നുണ്ടോ? അവർ ഈ നേതാക്കന്മാരുടെ യാത്രകളെ ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഈ മെസ്സേജിൽ കൂടെ നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ യാത്ര അവരെങ്ങനെ തുടങ്ങി, ആ യാത്രയിലൊക്കെ അവർക്ക് വന്ന പല പ്രതിസന്ധികളിൽ അവരുടെ യാത്രയുടെ ദിശ എങ്ങനെ മാറിപ്പോയി. ഇന്ന് തന്നെ നമ്മുടെ ബ്രദർ സൈമൺ പറഞ്ഞ ഒരു കാര്യമുണ്ട്. രാജാക്കന്മാരുടെ സമയമായിരുന്നു 1900 വരെ നമ്മൾ കാണുന്ന ഈ ലോകം മൊത്തം നമ്മൾ പറയുമ്പോൾ രാജാക്കന്മാരുടെ സമയമാണ്. ഒരു രാജാവിന്റെ ഒരു അധീനതയിൽ നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആ രാജാവ് എന്ത് പറയുന്നു അത് മാത്രം ചെയ്യുവാനാണ് എല്ലാ വിശ്വാസികളും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. അവർക്ക് അങ്ങനെ ചെയ്തേ മതിയാകും. ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആയിട്ട് പോകണമെങ്കിൽ അങ്ങനെ ചെയ്തേ മതിയാവുള്ളൂ. പക്ഷെ നമ്മൾ കാണുന്നു കർത്താവിന്റെ സമയത്ത് പോലും അപ്പോസ്തോലിക സഭ പാത്തും പതുങ്ങിയും വളരെ ബുദ്ധിമുട്ടി പലതരത്തിലെ യാതനകൾ സഹിച്ചും അവരൊരു സീക്രട്ട് ഒരു സഭയായിട്ടാണ് അവരെല്ലായിടത്തും കടന്നുപോയതും സുവിശേഷം അറിയിച്ചതും കൂട്ടത്തോടെ അവര് പല വീടുകളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടുന്നതും ഒക്കെ എല്ലാം നമ്മൾ ബൈബിളിൽ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അവരൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒരു ഓർഗനൈസേഷന്റെ രൂപം നമ്മൾ ഒരിക്കലും നമുക്ക് ഈ കാണുന്ന ഈ കൊലോസിയ സഭകൾക്കോ കൊരിന്ത്യ സഭകൾക്കോ റോമിലെ സഭകൾക്കോ ഒന്നും നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒരു രൂപം നമ്മൾ കാണുന്നില്ല. അപ്പോൾ എല്ലായ്പ്പോഴും കർത്താവിന്റെ മക്കൾ ഈ സഭകളിലോ അല്ലെങ്കിൽ ഈ സഭയ്ക്ക് പുറത്തോ എല്ലായ്പ്പോഴും കർത്താവിനെ അനുകരിക്കുന്നവരും കർത്താവിന്റെ അപ്പോസ്തോലന്മാരിൽ നിന്നും വന്നവരും എല്ലാം ഇപ്പോഴും ഉണ്ടെന്ന് ബൈബിൾ പറയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അതിന്റെ പല എക്സാമ്പിൾസ് നമ്മൾ പല സമയത്തും കാണുന്നുണ്ട്. ഈ
ഈ നമ്മൾ ഏലിയാവിന്റെ സമയത്ത്, ഏലിയാവിന് പോലും അറിയത്തില്ല, പക്ഷെ ഏലിയാവിന്റെ സമയത്ത് കർത്താവ് പറയുന്നുണ്ട്, ബാലിന്റെ മുമ്പേ ആരാധനയ്ക്ക് പോകാത്ത ഇത്ര ആൾക്കാരെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഇപ്പോഴും ശരിയായ വിശ്വാസത്തിൽ ദൈവമായ പിതാവിലേക്ക് ആനയിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇങ്ങനത്തെ വ്യക്തിത്വങ്ങളെ നമ്മൾ എന്തുകൊണ്ട് സ്റ്റഡി ചെയ്യുന്നു? അവരെ നമ്മൾ ചീത്തയായി കാണിക്കാൻ വേണ്ടിയല്ല, പക്ഷെ അവരുടെ യാത്രകളെ നോക്കി, അവരുടെ ആ ഒരു തെറ്റായി പോയ കാര്യങ്ങളെ നോക്കി നമ്മൾ ചില പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്, വിശ്വാസികളായി നിൽക്കുന്നവർ. അപ്പോൾ അതിനെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ യാത്ര ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് വളരെ കാലം ചെയ്യുകയും എനിക്ക് തോന്നുന്ന കേരളത്തിൽ പലരും അത് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് അറിയാം, വളരെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒരു വ്യക്തിത്വം തന്നെയാണ് KP യോഹന്നാൻ എന്ന് പറയുന്നത്. ഒരു സമയത്ത് ഞാൻ പലരോടും കേട്ടിട്ടുണ്ട്, KP യോഹന്നാന്റെ സുവിശേഷ പ്രസംഗം കേൾക്കുന്നത്, റേഡിയോയ്ക്കകത്തൊക്കെ കേൾക്കുന്നതൊക്കെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ ആ ഒരു പണത്തോടുള്ള ആർത്തി പറ്റി എന്ത് സംഭവിച്ചു? ഇന്ന് അദ്ദേഹം ഉണ്ടാക്കിയേക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് വന്നത്? ഞാൻ CSI സഭയിൽ ഉണ്ടായിരുന്നതാണ്. CSI സഭയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കേട്ട ഒരു കാര്യമാണ്, എനിക്ക് പ്രൂഫ് ഒന്നും ഇല്ല എങ്കിലും ഞാൻ കേട്ടതാണ്. ഇദ്ദേഹം 1 കോടി രൂപ കൊടുത്ത്, ബിഷപ്പ് സാമുവലിന് 1 കോടി രൂപ കൊടുത്തിട്ടാണ് ആ പട്ടത്വം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അതിനെപ്പറ്റി കേട്ടത് എന്താണ്? അത് ഗ്ലോബൽ ഹോളി കമ്മ്യൂണിയൻ, ഹോളി കാത്തലിക് ചർച്ചിന്റെ ഭാഗമാണ്. അപ്പം പ്രൊട്ടസ്റ്റന്റ് സഭ എന്തുവാണ്? അതും ഹോളി കാത്തലിക് ചർച്ചിന്റെ തന്നെ ഭാഗമാണ്. അതാണ് അപ്പോസ്തോലിക ട്രഡീഷൻ എന്ന് ആ വീഡിയോയ്ക്കകത്ത് അവര് പറഞ്ഞ് നമ്മളെ കാണിക്കുവാണ്. ഇതാണോ നമ്മൾ കാണുന്ന അപ്പോസ്തോലിക ട്രഡീഷൻ? പുള്ളി വിവാഹം കഴിച്ചിട്ട് ഒരു ബിഷപ്പായിട്ട് ജീവിക്കുകയും മോറാനും ഹിസ് ഹോളിനെസ്സും ഇതൊക്കെ എല്ലാം റെവറൻറ്റും ഇതൊക്കെ ഈ അപ്പോസ്തോലിക സഭയിൽ നമ്മൾ കാണാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുകയും അദ്ദേഹത്തിന്റെ ആ ഒരു സഭ ഇന്ന് ഏത് രീതിയിലാണ് അപ്പോസ്തോലിക മാതൃകയിൽ നമുക്ക് കാണാൻ പറ്റുകയും ഇതിലാണ് നമുക്കിരിക്കുന്ന പാഠങ്ങൾ. ആ പാഠങ്ങളെ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഈ മെസ്സേജ് ചെയ്തതും. അതാണ് ഞാൻ സമറൈസ് ചെയ്ത് പറയുവാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു വ്യക്തിത്വത്തെ പറ്റി. താങ്ക് യു. വോയിസ്. താങ്ക് യു വെരി മച്ച്. പാസ്റ്റർ ജോയ് കെ ജോസഫ്, നമ്മള് അല്പം മുമ്പ് ബ്രദർ വിൽസൺ സൂചിപ്പിച്ചത്, നമുക്കറിയാം അദ്ദേഹത്തിന് ഒടുവിലത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ മരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങൾ കണ്ടത്, ഈ ബിഷപ്പ്മാർ ഇരിക്കുമ്പോ അവരെ ഇരുത്തി മരിച്ചിരിക്കുന്ന രൂപത്തിൽ ആടയാഭരണങ്ങളും വടിയും എല്ലാം പിടിച്ചിരിക്കുന്ന അത് കണ്ടു. അപ്പോ നമ്മൾ അദ്ദേഹത്തെ ഹിസ് ഹോളിനെസ് എന്ന് മോർ ആൻഡ് മോർ എന്നൊക്കെ പറഞ്ഞ പട്ടങ്ങൾ ചാർത്തി കൊടുത്തു. ഒരു താറാവുരുഷിക്കാരൻ അങ്ങനെ ആയി തീരാമെങ്കിൽ പത്രോസ് ഒരു മീൻപിടുത്തക്കാരൻ എന്നുള്ള നിലയിൽ പത്രോസ് ഇത്തരമുള്ള പദവികളൊക്കെ പത്രോസിനും ചേരുന്നതല്ലേ? എന്തുകൊണ്ട് പത്രോസ് അത്തരം ചതിക്കുഴിയിൽ വീണില്ല? മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാസ്റ്റർക്ക് മുമ്പ് കണ്ട വീഡിയോയുടെ അടിസ്ഥാനത്തിലും പാസ്റ്ററുടെ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ സഭയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പാസ്റ്ററുമാരുടെ ജീവിതത്തിലും മുമ്പ് ആമുഖമായി സൂചിപ്പിച്ചത് കൂടി ബന്ധപ്പെടുത്തി ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് പാസ്റ്ററോട് ഞാൻ ആവശ്യപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. പ്രത്യേകിച്ച് വർഷങ്ങൾക്ക് മുൻപ് ബ്രദർ KP യോഹന്നാൻ ആയിരുന്ന അദ്ദേഹം കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വന്നു. സ്ഥാനമാനത്തിന് വേണ്ടി താൻ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുവാൻ വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ് കൃത്യസമയത്ത് എഴുന്നേൽക്കുന്ന ജനങ്ങൾ ആയിരങ്ങളായിരുന്നു. അതവർക്കെല്ലാം ആനന്ദമായിരുന്നു. പക്ഷേ തൻ്റെ യാത്രയിൽ ആത്മീയ യാത്ര എന്നാണല്ലോ തൻ്റെ പ്രസ്ഥാനത്തിന് തൻ്റെ യാത്രയ്ക്ക് അന്ന് കൊടുത്തിരുന്ന പേര്. ഇപ്പോഴാണ് ബിലീവേഴ്സ് ചർച്ച്. സത്യത്തിൽ അന്ന് ആത്മീയ യാത്രയിൽ താൻ മുൻപോട്ട് പോയി
അതിനുശേഷം താൻ ബിഷപ്പായി. എനിക്കറിയാം തന്നെ ബിഷപ്പാക്കിയ ബിഷപ്പ് ശമൂവേൽ എന്ന് പറയുന്ന ആ ദൈവമകനെ ഞങ്ങൾ ഒന്നിച്ച് കൊച്ചിയിലുള്ള ഗോകുലം പാർക്ക് എന്ന് പറയുന്ന അതിന്റെ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് ഒന്നിച്ച്. ചില വർഷങ്ങൾക്ക് മുൻപാണ്. അതായത് ഒന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് ഈ KP യോഹന്നാന് ഇത് കൊടുത്തതിന് ശേഷം, ഓർഡിനേഷൻ കൊടുത്തതിന് ശേഷം ആണ് കണ്ടുമുട്ടത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയത്തില്ലാത്തത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോടൊന്നും ചോദിച്ചൊന്നുമില്ല. ഏതായിരുന്നാലും മനുഷ്യനിൽ വന്ന് ഭവിക്കുന്ന ദുരന്തം എന്ന് മാത്രമേ എനിക്ക് ഇതിൽ നിന്ന് പറയുവാനുള്ളൂ. കാരണം ബ്രദറായി നിന്ന്, യഥാർത്ഥത്തിൽ ബ്രദർ എന്നുള്ള വാക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്കാണ്. ഇന്ന് നമുക്കറിയാം പല പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലും പാസ്റ്റർമാരെ ബ്രദർ എന്ന് ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ ഒന്ന് വിളിക്കുക. വലിയ നിലയിൽ നിൽക്കുന്ന ഒരു പ്രസിഡന്റിന്റെ പദവിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ മറ്റുള്ളവരുടെ കേൾക്കൽ ബ്രദർ എന്ന് വിളിച്ചാൽ, എന്നിട്ടുടൻ തന്നെ നിങ്ങൾ അവരുടെ ഫേസ് ശ്രദ്ധിച്ചാൽ മതി, ഉള്ളിലുള്ള ആത്മാവ് അവിടെ വ്യക്തമായി വെളിപ്പെടും. ഞാൻ കണ്ടിട്ടുള്ളതാണ്. സ്റ്റേജിലൊക്കെ വെച്ച് ബ്രദർ ഇന്നയാളെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ അവരെ ഇന്ന് റെവറൻഡ് എന്ന് വേണം പറയാൻ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആത്മാവ് അവിടെ വെളിപ്പെടും. അത് തികച്ചും പൈശാചി ആത്മാവ് തന്നെയാണ്. ബ്രദർന്ന് വിളിക്കുന്നതിനേക്കാൾ മനോഹരമായ ഒരു പേര് എന്തെങ്കിലും ഉണ്ടോ? എന്റെ സഹോദരനാണെന്നുള്ള ആ ബോധ്യത്തോടെ വിളിക്കുന്നതിനേക്കാൾ മനോഹരമായ വളരെ പദവിയുള്ള പേര് മറ്റൊന്നുമില്ല. സാറെന്ന് വിളിക്കുന്നതോ, റവറൻഡ് വിളിക്കുന്നതോ, ബിഷപ്പെന്ന് വിളിക്കുന്നതോ, അതിനേക്കാൾ ഉപരിയായി ബ്രദർന്ന് വിളിക്കുന്നതാണ് ഏറ്റവും അനുചിതമായിട്ടുള്ളത്. ഇന്ന് മനുഷ്യന്റെ മനസ്സിൽ എന്താ സ്ഥാനമോഹിയായി അധികാരമോഹം വർദ്ധിക്കുന്നു. അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാല്, ലൂസിഫറിന്റെ ആത്മാവ് ഇന്ന് സഭാ നേതാക്കന്മാരിലേക്ക് അവരെ കുറേശ്ശെ പിടിച്ച് ബ്രദർ എന്നുള്ള പദവിയിൽ നിന്നും സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നിന്ന്, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നിന്ന് പദവിയിലേക്ക് ഉയർത്തി കൊണ്ടുവന്ന് ബിഷപ്പ്, അതുപോലെ തന്നെ മെത്രാപ്പോലീത്ത, ഇങ്ങനെ പദവിയിൽ ഇരുത്തി അവസാനം പിശാച് കശക്കി എറിഞ്ഞ ഒരു വ്യക്തിയായിട്ട് മാത്രമേ അദ്ദേഹത്തെ കാണുവാൻ കഴിയുന്നുള്ളൂ, ബ്രദർ KP യോഹന്നാനെ. കാരണം പണം ആവശ്യം പോലെ ഉണ്ടാക്കി, കോടികൾ ഉണ്ടാക്കി. പണം ഉണ്ടാക്കാനുള്ളൊരു മാധ്യമമായി അധികാര കൊതിയന്മാർക്ക് അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാനുള്ള ഒരു വേദിയായി ഇന്ന് ക്രൈസ്തവ മേഖല മൊത്തം മാറിയതിന്റെ ഒരു ഉദാഹരണമാണ് KP യോഹന്നാൻ. ഇന്ന് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽ അങ്ങനെ തന്നെയാണ്. ഇലക്ഷൻ നടന്നിട്ട് ഇലക്ഷനിൽ എന്തെല്ലാം മത്സരങ്ങളാണ് കാണുന്നത് നമുക്കറിയാം. സോഷ്യൽ മീഡിയ വന്നത് ഒരു കണക്കിന് അനുഗ്രഹമാണ്. കാരണം നമുക്ക് ഇവരുടെ എല്ലാം തനി സ്വഭാവങ്ങളൊന്ന് കാണാനും മനസ്സിലാക്കാനും ഒക്കെ അതൊരു കാരണമാക്കി തീർത്തു. അപ്പോൾ ഇങ്ങനെയുള്ള ദ്രവ്യാഗ്രഹവും അധികാരമോഹവും കൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ ആകമാനം വിഴുങ്ങി, സാത്താന്റെ പിടിയിലായിരിക്കുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ അങ്ങനെ പിടിയിലായിരിക്കുന്ന ഒരു ദുരന്തത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എൻ്റെ വ്യക്തിപരമായ ചില അനുഭവങ്ങൾ, ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഞാൻ മറൈൻ ഡ്രൈവിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹമൊക്കെ അന്ന് അവിടെ വന്ന് നല്ല ജനക്കൂട്ടമായിരുന്നു. സുവിശേഷം യേശുവിനെ കുറിച്ച് പറയുന്നതിൽ വളരെ ജാഗ്രതയുള്ള, വളരെ ആത്മാർത്ഥതയുള്ള മനുഷ്യനായിരുന്നു. ഈ ജോസ് വർഗീസ് പാസ്റ്റർ പറഞ്ഞ പോലെ അക്കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ധാരാളം പെന്തക്കോസ്തിലെ പാസ്റ്റർമാര് ഇദ്ദേഹത്തിന്റെ കൂടെ കൂടി. കാരണം അന്ന് എല്ലാ പെന്തക്കോസ്ത് പാസ്റ്റേഴ്സിനും അദ്ദേഹം പൈസ കൊടുക്കും. അങ്ങനെ പലരുടെയും പേരിൽ പൈസ വാങ്ങി അദ്ദേഹം അത് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് വളരെ അന്നും ഇന്നും അത് വളരെയധികം സംശയാസ്പദമായിട്ടുള്ള ഒരു രീതിയിലാണ്. അങ്ങനെയാണ് പണം ഉണ്ടാക്കിയതിനു ശേഷമായിട്ട് അദ്ദേഹത്തിന് തന്റെ പണം തന്നെ രക്ഷിക്കുവാനോ തനിക്ക് സമാധാനത്തോടെ ജീവിക്കുവാനോ സാധിച്ചില്ല എന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണമാണ്. അതുകൊണ്ട് ഈ ക്രൈസ്തവ സമൂഹം ഇത് കണ്ടറിയണം. നിങ്ങളുടെ അധികാരമോഹങ്ങളും
നിങ്ങളുടെ പണത്തിന് വേണ്ടിയുള്ള ആർത്തിയും, അതുപോലെ തന്നെ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ കടന്നു വരും എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുമെന്നാണ്. അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് തന്നെ ധാരാളം ചെന്നായ്ക്കൾ അധികാരത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, അതുപോലെ തന്നെ ധൂർത്തടിക്കാൻ വേണ്ടി. ഇന്ന് നിങ്ങൾക്കറിയാവോ, പലർക്കും ഈ സുവിശേഷത്തിന്റെ പേരിൽ പണം വാങ്ങി അതിനുശേഷമായിട്ട് അവരുടെ സ്വന്തം പേരിൽ കോടികൾ ഉണ്ടാക്കി. ബൈബിൾ പറയുന്നു വീട് വീടോട് ചേർക്കരുതെന്ന് പറയുന്നു. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, വീട് വീടോട് ചേർത്ത്, വയൽ വയലോട് ചേർക്കരുതെന്ന് പറയുമ്പോൾ വയൽ വയലോട് ചേർത്ത് ധാരാളം ഭൂസ്വത്തുക്കൾ അവരുടെ സ്വന്തം മക്കളുടെയും കൊച്ചുമക്കളുടെയും പേരിൽ വാങ്ങിച്ച് അവര് ധൂർത്തടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരന്തം യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹം പൊതുവെ അധപ്പതിച്ചു. കർത്താവിന്റെ ദാസന്മാര് പറഞ്ഞതുപോലെ തന്നെ ഒരു ഇടി കടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പെന്തക്കോസ് നേതാക്കന്മാരുടെ മുട്ടിടിക്കും. ഒരു വ്യക്തമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നിലവാരം ഒന്ന് ഉയർന്ന് ഇങ്ങനെ അനീതിയുള്ള വ്യക്തികളെ നമുക്ക് ജയിലിൽ അടയ്ക്കാം എന്ന് ഒരു തീരുമാനമെടുത്താൽ ഇവിടുത്തെ പെന്തക്കോസ് പാസ്റ്റേഴ്സ് നേതാക്കന്മാരിൽ 99.25% ജയിലിൽ പോയി കിടക്കേണ്ട ഗതിയിലേക്ക് അധപ്പതിച്ചു. സമ്പത്തും ദ്രവ്യാഗ്രഹവും ഗുണ്ടായിസം എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. ഇവിടെ ഗുണ്ടായിസം നടത്തുന്ന ഒരു വ്യക്തിയുടെ സായിപ്പിനെ മറ്റൊരാൾ പിടിച്ചെടുത്തു, അല്ലെങ്കിൽ അതിനെ പിടിച്ചെടുക്കാൻ പോകുന്നു, പിടിച്ചെടുക്കാൻ വേണ്ടി ഗുണ്ടായിസം നടത്തുക. അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിൽ അവർക്കെതിരായി വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൊണ്ട് ഫോൺ ചെയ്യിച്ച് ഭീഷണിപ്പെടുത്തുക. ഇതെല്ലാം ഇന്ന് ഈ ആത്മീയ വേഷധാരികളായ, അല്ലെങ്കിൽ ഭക്തിയുടെ വേഷം മാത്രം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിച്ച് ജീവിക്കുന്ന ഈ വ്യക്തികളെ കണ്ടറിയുവാനുള്ള യാതൊരു ആത്മീയ കാഴ്ചപ്പാടും പാവപ്പെട്ട ജനത്തിന് ഇല്ലാതെ പോവുകയാണ്. എന്നാൽ ഒരു കൂട്ടം ജനം ഇന്നും സത്യം എന്തെന്നറിഞ്ഞ് ഈ റവറണ്ട് പാസ്റ്റർമാരെ, ഇപ്പോൾ എല്ലാം റവറണ്ട് എന്നാ പറയുന്നത്, എല്ലാം റവയാണ്. പാസ്റ്റർ എന്ന് പറയുന്നത് തന്നെ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ ഉപദേശി എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഉപദേശി എന്ന് പറയുന്ന അവസരത്തിൽ അവർക്ക് വലിയ വലിയ സന്തോഷമുണ്ടായിരുന്നു, ബഹുമാനമുണ്ടായിരുന്നു. അവർ വളരെ താഴ്മയുള്ളവരായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള അനാത്മികന്മാര് ഈ ക്രൈസ്തവ മാർഗത്തിന്റെ അധികാരികളായി വന്ന് ജനങ്ങളെ മുഴുവൻ അവര് ക്രൂരന്മാരാക്കി, ഗുണ്ടകളാക്കി മാറ്റി, ഗുണ്ടായിസം നടത്തി, അധപ്പതിച്ച് യഥാർത്ഥ അപ്പോസ്തോലിക സഭ എന്തെന്ന് തിരിച്ചറിയുവാൻ പോലും ആത്മീയ കാഴ്ചപ്പാടില്ലാതെ അവർ മുൻപോട്ട് നടക്കുമ്പോൾ, വളരെ ദുഃഖത്തോടെ പറയട്ടെ, ഈ അന്ത്യകാലത്ത് ജീവിക്കുന്ന വ്യക്തികൾ എഴുന്നേൽക്കട്ടെ. യഥാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ശുശ്രൂഷകൾ ചെയ്ത് അനേകർ രംഗത്ത് വരുവാൻ ഇടയാകട്ടെ. ഇങ്ങനെയുള്ള വ്യാജന്മാരുടെ പ്രവർത്തനങ്ങൾ അത് അവസാനം കൊണ്ട് എത്തിച്ചത് സാത്താന്റെ കരങ്ങളിലാണ് എന്ന് മനസ്സിലാക്കി അവർ മുൻപോട്ട് പോകുവാൻ തക്കോണം ഇടയായി തീർന്നു. അതുകൊണ്ട് കർത്താവ് ഇത് കേൾക്കുന്നവർക്ക് മനം തിരിഞ്ഞ് സത്യസഭയും സത്യ ക്രിസ്ത്യാനിത്വവും മനസ്സിലാക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പറഞ്ഞ് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കും. ദൈവത്തിന്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ വ്യക്തമാണ്, പാസ്റ്റർ വളരെ വ്യക്തമാക്കി അത് പറഞ്ഞു. പ്രത്യേകിച്ച് കേവലം KP യോഹന്നാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രം കാര്യമല്ല, ഇത് പട്ടത്ത സഭകളിലും പെന്തക്കോസ്റ്റൽ സഭകളിലും ഒരുപോലെ ഉള്ള ഒരു കാര്യമാണ്. ദ്രവ്യാഗ്രഹം ഇന്ന് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഏതാണ്ട് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ്, എക്സാക്ട്ലി പറയുകയാണെങ്കിൽ മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള പെന്തക്കോസ്റ്റൽ സഭകളെ സംബന്ധിച്ചിടത്തോളം അക്കാലത്ത് ഫോറിൻ മിഷണറികൾക്ക് ഇവിടെ വന്ന് യഥേഷ്ടം പ്രസംഗിക്കാനും ഫണ്ട് കൊടുക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എൻ്റെ ഒരു ബാല്യകാല സുഹൃത്ത്, ഞങ്ങളുടെ വീടിന് നേരെ മുമ്പിൽ താമസിച്ചിരുന്ന ഒരു പെന്തക്കോസ്റ്റൽ പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞാൻ പഠിക്കുന്ന കാലത്ത് അവൻ ഈ പെന്തക്കോസ്റ്റലൊക്കെ ആയിരുന്നു.
പിന്നീട് അദ്ദേഹം അവന്റെ പെങ്ങളെ ഒരു പാസ്റ്റർ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് ഏലപ്പാറ കേന്ദ്രമാക്കി രജിസ്റ്റർ ചെയ്ത ഒരു ചർച്ചും ഒരു 10-37 കോൺഗ്രിഗേഷനുകളും ഉണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹം അളിയനാണെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയൊരു പൈസ മാത്രമേ ഈ അളിയന് കൊടുക്കുള്ളൂ, പെങ്ങളുടെ ആങ്ങളേക്ക്, അതായത് ഭാര്യയുടെ ആങ്ങളേക്ക് കൊടുക്കുള്ളൂ. അപ്പൊ ഞാൻ പേരോട് പറയുന്നില്ല. അപ്പൊ അദ്ദേഹത്തോട് പേരെടുത്ത് ചോദിക്കും, നിനക്ക് പൈസ ഒന്നും തരികയല്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, നിനക്ക് പൈസ തരികയാണെങ്കിൽ നീ ഈ സായിപ്പ് വരുന്ന സമയത്ത് നീ നേരിട്ടൊന്ന് കാണാനുള്ള പരിശ്രമം നടത്താൻ പറയും. അപ്പൊ പുള്ളി പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സായിപ്പിനെ നേരെ കാറിൽ നിന്ന് സ്റ്റേജിലേക്ക് കയറ്റും, സ്റ്റേജിൽ നിന്ന് ഇറങ്ങി നേരെ കാറെ കയറ്റി ഹോട്ടലിൽ കൊണ്ടുവിടുന്നതല്ലാതെ ഒരു മനുഷ്യനുമായിട്ടും ബന്ധപ്പെടുത്തത്തില്ല. അളിയനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാശൊക്കെ അളിയൻ മേടിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ വൻതോതിൽ വിദേശ പണം, അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് അനുബന്ധമായിട്ട് വിദേശ പണം ഇവിടെയുള്ള രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സഭാ മുതലാളിക്ക് കിട്ടും. ഞാനിത് വളരെ ബുദ്ധിപൂർവ്വം പറയാണ്, സഭാ മുതലാളിക്ക് കിട്ടും. ഈ സഭാ മുതലാളി അവരുടെ തൊഴിലാളികളായ പാസ്റ്റർമാർക്ക് വളരെ നിസ്സാരമായ ഒരു തുക മാത്രം കൊടുക്കും. അതായത് മുട്ടായി മേടിച്ച് തിന്നാനുള്ള പൈസ കൊടുക്കും. അപ്പൊ ഇങ്ങനെ തടിച്ചു കൊഴുത്ത ഒരവസ്ഥയിൽ നിന്നിടത്തുനിന്നാണ് KP യോഹന്നാൻ എന്ന് പറയുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവമായി ഇത്തരത്തിൽ സമ്പത്ത് സമ്പാദിച്ച് അത് വൻകിട സ്ഥാപനങ്ങളായി, പ്രിന്റിംഗ് പ്രസ്സുകളായിട്ടും എഞ്ചിനീയറിംഗ് കോളേജുകളായിട്ടും മെഡിക്കൽ കോളേജുകളായിട്ടും വലിയ സഭാ മന്ദിരങ്ങളും ആസ്ഥാനങ്ങളുമായിട്ട് കെട്ടിപ്പടുത്തു വന്നത്. ഇത് അത്രത്തോളം ഒന്നും ആയില്ലെങ്കിലും ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ സഭയ്ക്കും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ പെന്തക്കോസ്റ്റൽ ഒരു 50 വർഷത്തിന് മേളിൽ പഴക്കമുള്ള എല്ലാ സഭകൾക്കും ഇത്തരത്തിലുള്ള ഒരു വലിയ ഫണ്ട് ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. അപ്പോ ഈ സമ്പത്താണ് ഇന്ന് വിശ്വാസികളെ അവർ എണ്ണത്തിൽ വർദ്ധിപ്പിച്ചും അവരുടെ പടം എടുത്തു കാണിച്ചും ഒക്കെ ഇന്ന് ഈ അനീഷ് കാവാലം നമ്മൾ തുടങ്ങിയിടത്തേക്ക് വരികയാണെങ്കിൽ പ്രചരിപ്പിച്ച അല്ലെങ്കിൽ പറഞ്ഞ മൂല്യച്യുതിയിലേക്ക് വന്നിരിക്കുന്നത്. കാരണം നമുക്ക് മനസ്സിലാകുന്നത് ഈ സഭയിൽ എവിടെയും വചനമില്ല. വചനമല്ല ഇവരുടെ ഇവരുടെ ഇന്റൻഷൻ, അവരുടെ ഉദ്ദേശം തന്നെ അവർ മാറിപ്പോയി. എന്തിനു വേണ്ടിയാണ് അവർ ഇറങ്ങി പുറപ്പെട്ടത്? ആ സത്യങ്ങളിൽ നിന്ന് അവർ പൂർണ്ണമായും വ്യതിചലിച്ച് പൂർണ്ണമായും പണത്തിന് പിന്നാലെയും പ്രശസ്തിക്ക് പിന്നാലെയും പോയി. അനേകർ വോട്ട് ബാങ്കുകളായി തീർന്നത് കൊണ്ട് രാഷ്ട്രീയക്കാർക്ക് യഥേഷ്ടം അവരുടെ വേദികളിലേക്ക് കടന്നില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബൈബിൾ കൺവെൻഷനുകളിലും ഒരു രാഷ്ട്രീയക്കാരനും സ്ഥാനമില്ലായിരുന്നു. ഇന്ന് എല്ലാ കൺവെൻഷനുകളും ഉദ്ഘാടനം ചെയ്യുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരാണ്. അതത് സ്ഥലത്തെ രാഷ്ട്രീയ നേതാക്കന്മാര് ഭരണകർത്താക്കളെ കൊണ്ടുവന്ന് സുവിശേഷ വേദി ഉദ്ഘാടനം ചെയ്യുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, 2-3-4 വർഷം 2018 ഇവിടെ വണ്ണസ് ചർച്ചുകളുടെ ഒരു വേദി ഉണ്ടാക്കിയപ്പോൾ അന്ന് ഇവിടെ സംഘാടകനായി പ്രവർത്തിച്ചത് എൻ്റെ ഒരു പാസ്റ്റർ സ്നേഹിതൻ, ഞങ്ങൾ ഒരുമിച്ച് കത്തോലിക്ക സഭ വിട്ട ഒരു സ്നേഹിതന്റെ മകൻ ഇതിന്റെ സംഘാടകനായിരുന്നു. അപ്പൊ കോട്ടയത്ത് അദ്ദേഹം ഞാൻ കോട്ടയത്തുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് കസേര വാടകയ്ക്കെടുക്കാനും മറ്റ് മൈക്ക് സെറ്റ്, അതുപോലെ ജനറേറ്റർ, മറ്റു കാര്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു സഹായം ഞാൻ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവസാന ദിവസത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സുഹൃത്തെ, അത് മോശമല്ലേ? നമ്മൾക്ക് എന്തിനാണ് സുവിശേഷത്തിന്റെ വേദികളിലേക്ക് രാഷ്ട്രീയക്കാരെ കൊണ്ടുവരുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വലിയ മൈലേജ് കിട്ടുമെന്ന് പറഞ്ഞു. പത്രങ്ങളിലൊക്കെ വലിയ മൈലേജ് കിട്ടും. അപ്പം സ്ഥാപനങ്ങളെയും രാഷ്ട്രീയക്കാരെയും മറ്റ് സംവിധാനങ്ങളെ ഉപയോഗിച്ചിട്ട് ക്രിസ്തുവിന്റെ സഭ എന്നാണ് ഈ മൈലേജ് ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന് ഞാൻ ചോദിച്ചു. അത് പിന്നെ ഞാനും അദ്ദേഹവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലേക്ക് കലാശിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു, എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു കൊടുക്കുക, അതിനപ്പുറം അവരുടെ പാടായി എന്ന് ഞാൻ വിചാരിച്ചു. ഇത് കേവലം അവർ മാത്രം ചെയ്ത കാര്യമല്ല. ഇവിടുത്തെ വണ്ണസ് പെന്തക്കോസ്റ്റൽസും ട്രിനിറ്റേറിയൻ പെന്തക്കോസ്റ്റൽസും എല്ലാം ഇന്ന് ഇത്തരത്തിൽ ലോകത്തിൽ പൂർണ്ണമായും ലയിച്ചു കഴിഞ്ഞു. പിന്നെ ഞായറാഴ്ച പുസ്തകം കയ്യിൽ വയ്ക്കുകയും വെളുത്ത ഉടുപ്പ് കഫ് വരെ ഇടുന്നതൊന്നും വ്യത്യാസം ഒഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും അനീഷ് കാവാലം ഭയപ്പെടുന്ന രീതിയിലേക്ക് ഇന്നത്തെ പെന്തക്കോസ്റ്റൽ സഭകൾ മൂക്കുകുത്തിയിട്ടുണ്ട്. അവിടെയാണ് ഇന്നും നമ്മൾ സ്ഥാപനവൽക്കരിക്കാതെ ഈ സത്യത്തിന് വേണ്ടി നമ്മൾ ഇന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നത്. മരണം വരെയും അങ്ങനെ തന്നെ തുടരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്നവരായി ഞങ്ങളുടെ ഓഡിയൻസിനോട് പറയുകയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യണം. നിങ്ങൾ ഇന്ന് കാണുന്ന പെന്തക്കോസ്റ്റൽ സഭകളെയും പട്ടത്ത സഭകളെയും നിരീക്ഷിക്കണം. എവിടെയെങ്കിലും ക്രിസ്തുവുണ്ടോ? ഇവിടെ ദൈവമുണ്ടോ? ഇവിടെ യഥാർത്ഥമായ ക്രിസ്തുവിന്റെ സ്നേഹമുണ്ടോ? ഈ സഭയൊക്കെ ആത്യന്തികമായി
അഗ്നിപ്പൊയ്കയിലേക്ക് ആണോ ചെന്നെടുക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ രക്ഷയുടെ എടുത്തുകൊള്ളപ്പെടലില് ഈ സഭയിൽ എവിടെയെങ്കിലും അവരുടെ ഉപദേശത്തിലോ ജീവിതത്തിലോ കാണാനുണ്ടോ? ഇതൊക്കെ നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും നിങ്ങൾ ഈ വീഡിയോ കേട്ട് ഞങ്ങളോട് കൂടെ ഈ വീഡിയോയിൽ ഓൺലൈനിൽ പങ്കെടുത്തതിനും ഞങ്ങൾ നിങ്ങളോട് നന്ദിയുള്ളവരാണ്. ഈ വീഡിയോകൾ പരമാവധി നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ പെന്റക്കോസ്റ്റൽ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ സത്യത്തിലേക്ക് ആരെങ്കിലുമൊക്കെ യഥാർത്ഥ സത്യത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ കടന്നു വരാൻ നിങ്ങളുടെ ഈ പ്രവൃത്തി വലിയ തോതിൽ ഇടയായി തീരുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.